എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്പിരിച്വൽ ഡയറിയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അലൻ ഓടിച്ചെന്ന് സോഫയ്ക്കിടുന്ന ക്യാമറ എടുത്ത് എല്ലാം ഷൂട്ട് ചെയ്തു. ഓരോ ആംഗിളിലും മാറി മാറി അവൻ ആ ഡാൻസ് എടുത്തു. വെറോണിക്കയും സിസ്റ്റേഴ്സും അതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ? ബ്രൂണോ ചോദിച്ചു. എന്തിന്? എൻട്രിക്ക് മുഖം ചൊലിച്ചുകൊണ്ട് അവനെ നോക്കി. അല്ല, വെറോണിക്കയും സിസ്റ്റേഴ്സും ഇരിക്കുന്ന കണ്ടില്ലേ? അവർക്ക് ഡാൻസിനൊരു കമ്പനി എടുക്കാൻ. അതിന് നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? ഇല്ല, അല്പം ചമ്മലോടെ ബ്രൂണോ പറഞ്ഞു. ബെഞ്ചമിൻ കറങ്ങിത്തിരിഞ്ഞ് റോസ്ലിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് ചെന്നു. ഒരറ്റത്ത് പേടിച്ചു നിൽക്കുന്ന അവൾ ഞെട്ടി അവൻ്റെ കൈകളിലേക്ക് നോക്കി. ബെഞ്ചമിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരുന്നു. അവൾ മെല്ലെ കണ്ണുകൾ ഉയർത്തി അവൻ്റെ കണ്ണുകളെ നോക്കി. അയാളുടെ കണ്ണുകളിൽ അവൾ സ്വന്തം മുഖം കണ്ടു. ഒരു നിമിഷം അവൾ അയാളുടെ മുഖം അങ്ങനെ നോക്കി നിന്നു പോയി. സ്റ്റെല്ല, കം ലെറ്റ്സ് ഡാൻസ്, ബെഞ്ചമിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ പോലും അറിയാതെ അവളുടെ മനസ്സ് എസ് എന്ന് മൂളി. കൈകൾ ഉയർത്തി ബെഞ്ചമിൻ അവളുടെ തണുത്ത കൈകളെ സ്പർശിച്ചു. പെട്ടെന്ന് അവൾക്ക് ഒരുതരം വിറയൽ അനുഭവപ്പെട്ടതുപോലെ തോന്നി. അവൾ ഞെട്ടി. താനെന്താണ് ചെയ്യുന്നതെന്ന സ്വയബോധം പെട്ടെന്ന് മിനിയതുപോലെ അവൾ അവൻ്റെ കൈവിട്ട് പുറകോട്ടേക്ക് നീങ്ങി. അവനെ പേടിയോടെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് ഓടി. വൗ, വാട്ട് എ ബിഗ് ഇൻസൾട്ട്, സന്തോഷത്തോടെ സന്ദീപ് പറഞ്ഞു. ഹാ, ദാറ്റ്സ് മൈ ഗേൾ. അവളങ്ങനെ ആരുടെയും ഭംഗിയൊന്നും കണ്ട് വീഴുന്നവളല്ല, എൻട്രിക്ക് സന്തോഷത്തോടെ സന്ദീപിൻ്റെ കാതിൽ പറഞ്ഞു. എന്നാൽ അത് സന്ദീപ് കേൾക്കുന്നതിന് മുന്നേ തന്നെ ബെഞ്ചമിൻ്റെ കാതുകളിൽ എത്തിയിരുന്നു. എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം ബെഞ്ചമിന് അനുഭവപ്പെട്ടു. അവൻ എൻട്രിക്കിനെ കൂർത്ത കണ്ണുകളോട് നോക്കി. പൊടുന്നനെ ക്രിസ്റ്റീന മുൻപിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. സോറി സാർ, അവളൊരു ഷൈ ടൈപ്പാണ്. ബോയ്സിൻ്റെ കൂടെയൊന്നും അവൾ അങ്ങനെ ഡാൻസ് ചെയ്യില്ല. അയാൾ ദേഷ്യം പെട്ടെന്ന് തന്നെ പുഞ്ചിരിയാക്കിക്കൊണ്ട് ക്രിസ്റ്റീനയെ നോക്കി. എനിക്കും അങ്ങനെ തന്നെ തോന്നി, അവൾ ഷൈ ആണെന്ന്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്, ബെഞ്ചമിൻ താഴേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. ആ പറച്ച് ക്രിസ്റ്റീനയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവളുടെ മുഖം പെട്ടെന്ന് തന്നെ വാടി. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഷൈ ഗേൾസിനെ ഇത്ര ഇഷ്ടം? അവളുടെ ഉള്ളിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഉടലെടുത്തു. ഓക്കെ ഗൈസ്, ഇരുട്ടിയല്ലോ, നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലേ? ബെഞ്ചമിൻ ചോദിച്ചു. യെസ് സർ, ഡാൻസിനിടയിൽ ആ കാര്യങ്ങൾ വിട്ടുപോയി. കമോൺ ഗേൾസ്, നമുക്ക് പോയി ഫുഡ് ഉണ്ടാക്കാം, ക്രിസ്റ്റീനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ഹേയ് വെയിറ്റ്, നിങ്ങൾക്ക് ഈ ഷെഫിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? താടിയിൽ കൈവിരലാൽ ഉരസിക്കൊണ്ട് ബെഞ്ചമിൻ ചോദിച്ചു. ജൂലിയും ക്രിസ്റ്റീനയും സന്തോഷം അടക്കാൻ വയ്യാതെ പരസ്പരം നോക്കി. അപ്പോൾ സാറിന് കുക്ക് ചെയ്യാൻ അറിയാമോ? റോസ്ലിൻ ചോദിച്ചു. വൈ നോട്ട്, എൻ്റെ കുക്കിംഗ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറ, എനിക്ക് ഏത് ഫുഡാണ് ഉണ്ടാക്കാൻ അറിയാത്തതെന്ന്. ബെഞ്ചമിൻ കൈവിരലുകൾ മടക്കി നിവർത്തി എന്നിട്ട് കിച്ചണിലേക്ക് നടന്നു. പുറകെ ബാക്കി പെൺകുട്ടികളും സന്തോഷത്തോടെ ചെന്നു. എടാ, അവൾമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു പെണ്ണാണ് ആഗ്രഹിക്കാത്തത് ഇതേപോലെ എല്ലാ കഴിവുകളുമുള്ള ഒരുവനെ? അവർ പോകുന്നത് നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു. എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ അവൾമാർ, എല്ലാം ഈ ഷൂട്ട് തരുന്നവരെയല്ലേ ഉള്ളൂ. എന്തായാലും എൻ്റെ കുട്ടി സേഫാണ്, എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ അടുത്തായി എബിനും. എടാ എൻട്രിക്ക്, നീ സ്റ്റെല്ലയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആംബറിനറിയോ? എൻട്രിക്ക് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പറയണം, എൻട്രിക്ക് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഈ കാര്യം അറിഞ്ഞാൽ അവൾക്ക് വളരെ സങ്കടമാവില്ലേ? നിങ്ങൾ തമ്മിൽ 1 വർഷമായി പ്രണയത്തിലായിരുന്നില്ലേ? അല്പം സങ്കടത്തിൽ എബിൻ ചോദിച്ചു. അതൊക്കെ ശരിയാ, ബട്ട് അവൾ തന്നെയാ ബ്രേക്കപ്പ് ആവാൻ കാരണം. ഞാൻ പലപ്പോഴും താഴ്ന്നു നിന്ന് നോക്കി, ബട്ട് അവൾ ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കിട്ടുകൊണ്ടേയിരുന്നു, എൻട്രിക്ക് സങ്കടത്തോടെ പറഞ്ഞു. നീ സ്റ്റെല്ലയോട് പറഞ്ഞോ നീയും ആംബറും തമ്മിൽ മുൻപ് ഇഷ്ടത്തിലായിരുന്നു എന്ന്? ഇല്ല, എല്ലാം രണ്ടുപേരോടും പറയണം. സ്റ്റെല്ലയെ എന്തും പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാ. അവൾ നല്ല ക്ഷമയുള്ളവളാ. എന്നാൽ ആംബർ, അവൾക്ക് സ്റ്റെല്ലയോട് വെറുപ്പ് തോന്നാൻ ഇത് മതി, എൻട്രിക്ക് പേടിയോടെ പറഞ്ഞു. എന്തായാലും നീ ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാവരോടും നിൻ്റെയും സ്റ്റെല്ലയുടെയും കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നതാ, എബിൻ അവൻ്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻട്രിക്ക് ആഴ്ന്ന ചിന്തയിൽ ഏർപ്പെട്ടു. ആംബറുമൊത്തുള്ള അവൻ്റെ എല്ലാ നിമിഷങ്ങളും അവൻ ഓർത്തു. പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നും ഓരോരുത്തർ ഫുഡുമായി പുറത്തേക്ക് വന്നു. സർപ്രൈസ്, ക്രിസ്റ്റീന ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഞെട്ടി എണീറ്റു.
അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിഭവങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കുന്നു. ഓരോന്നിൻ്റെയും സ്മെൽ അവരെ കൂടുതൽ ആകർഷിച്ചിരുന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടി. വാവ്, എന്താ സ്മെൽ! ഇതൊക്കെ ആരുണ്ടാക്കിയതാ? അലൻ ചോദിച്ചു. എല്ലാം ദേ ഇദ്ദേഹം ഉണ്ടാക്കിയതാ. വെറോണിക കിച്ചണിൽ നിന്നും ഒരു ബൗൾ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ബെഞ്ചമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അലൻ ഒരു ബൗളിൽ വെച്ചിരിക്കുന്ന സൂപ്പ് മെല്ലെ സ്പൂണ് കൊണ്ട് എടുത്ത് ടേസ്റ്റ് ചെയ്തു. എന്തൊരു ടേസ്റ്റാണ്! അവൻ അത്ഭുതത്തോടെ പറഞ്ഞു. എല്ലാവരും ആ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായി ആവേശം കൊണ്ടു. സ്റ്റെല്ല എവിടെ? ഡാസി ചോദിച്ചു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, ജൂലി പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എണീറ്റു. വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം. നിങ്ങൾ ചൂടാറി പോകുന്നതിന് മുന്നേ എടുത്ത് കഴിക്കാൻ നോക്ക്, ബെഞ്ചമിൻ സ്നേഹത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് വേണ്ട സാർ, ജൂലി പോയി വിളിച്ചോളൂ. സാർ കിച്ചണിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ക്രിസ്റ്റീന പറഞ്ഞു. വേണ്ട, ഞാൻ പൊക്കോളാം, ബെഞ്ചമിൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ചെന്നു. എല്ലാവരും ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ബെഞ്ചമിൻ അവളുടെ റൂമിൽ മെല്ലെ തട്ടി. സ്റ്റെല്ല മെല്ലെ കതക് തുറന്ന് ആരാണെന്ന് നോക്കി. ബെഞ്ചമിനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. ബെഞ്ചമിൻ കതകിൽ ചാരി നിന്നുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ അല്പം പേടിയോടെ അവനെ നോക്കി. അവൻ ഒന്നും മിണ്ടുന്നില്ല, അവളെ തന്നെ നോക്കി നിൽക്കുന്നു. എന്താ എന്താ വേണ്ടേ? ഇടറിയ ശബ്ദത്തോടെ അവൾ ചോദിച്ചു. ഓഹോ, യു ആർ ആസ്കിങ് മീ വാട്ട് ഐ വാണ്ട്? ബെഞ്ചമിൻ രണ്ട് പുരികങ്ങളും മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടുന്നില്ല. എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അതേപോലെ നീ ചെയ്യൂ. ബെഞ്ചമിൻ അവൾക്കടുത്തേക്ക് ഒന്നുകൂടി അടുത്തു. അവൾ മെല്ലെ പുറകോട്ടേക്ക് മാറാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചുകൊണ്ട് കാതിൽ പറഞ്ഞു, പ്ലീസ് ലവ് മീ. അവൾ അവനെ പുറകിലേക്ക് തള്ളിമാറ്റി വെറുപ്പോടെ നോക്കി. അവൻ പല്ലുകൾ കാട്ടി ചിരിക്കുന്നു. നിങ്ങളൊരു വൃത്തികെട്ട സൈക്കോ ആണ്, അവൾ പറഞ്ഞു. നോ, ഞാനൊരു മോൺസ്റ്റർ ആണെന്നാണല്ലോ നീ നേരത്തെ പറഞ്ഞത്. അത് മതി. ഐ എം യുവർ സ്വീറ്റ് മോൺസ്റ്റർ. ബെഞ്ചമിൻ അവൾക്കരികിലേക്ക് വീണ്ടും നടന്നു. അവൾ ഓരോ കാലുകളും വെച്ച് പുറകോട്ടേക്ക് നീങ്ങി. സ്റ്റെല്ല, ലുക്ക് അറ്റ് മീ. കണ്ടില്ലേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ധരിച്ചത് നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ, ബെഞ്ചമിൻ സ്നേഹത്തോടെ പറഞ്ഞു. ബട്ട് ഐ ഹേറ്റ് യു. നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. നിങ്ങൾക്ക് നാണമില്ലേ എത്ര വട്ടം പറഞ്ഞാലും വീണ്ടും ഇങ്ങനെ വന്നെന്നെ ശല്യം ചെയ്യാൻ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. നീ എന്നെ വെറുക്കും തോറും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുകയാണ്. നിന്റെ ഈ പേടിച്ചുകൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ, എത്ര ക്യൂട്ടാണെന്നറിയോ? ബെഞ്ചമിൻ അവൾക്കടുത്തേക്ക് എത്തി. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഞാൻ വേറെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹാ, അതൊക്കെ എനിക്കറിയാം, എൻട്രിക്കല്ലേ? ഓഹോ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ? ഞാൻ വേറെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഹോ ഡിയർ, എനിക്കെല്ലാം അറിയാം. അവൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം വെറുതെയാണ്. അവനെ നീ വിട്ടുകളാ, എന്നിട്ട് എന്നെ സ്നേഹിക്ക്. ബെഞ്ചമിൻ വീണ്ടും അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ അവനെപ്പറ്റി പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുമെന്ന് കരുതണ്ട, ദേഷ്യമടക്കാൻ വയ്യാതെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡിയർ. അവൻ ഇതിനു മുൻപ് വേറെ 5 പേരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതിലൊരാളാണ് ആ മുടിയില്ലാത്ത കുട്ടി. ആരാ അവൾ? ആ, ആംബർ, അവൾ തന്നെ, ബെഞ്ചമിൻ പറഞ്ഞു. നോ, ഞാനിത് വിശ്വസിക്കില്ല. എൻട്രിക്കിന് എന്നെ വളരെ ഇഷ്ടമാണ്. അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ പുറകിലേക്ക് തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ പറ്റുന്നില്ല. ഹാ എൻട്രിക്, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്ന അത്രയും നിന്നെ വേറെ ആരും സ്നേഹിക്കുന്നില്ല. അവൻ അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യം കൊണ്ട് തല തിരിച്ചു പിടിച്ചു. എന്നെ വിടടോ, അവൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു. വിടാം, ബട്ട് അതിനു മുൻപ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് പറ ഐ ലവ് യു എന്ന്. അവൾ ഒരു നിമിഷം കണ്ണുകളടച്ചു. വേറെ വഴിയില്ലാതെ തലതിരിച്ച് അവനെ നോക്കി. അവൻ അവളെയും. അവളുടെ ചുണ്ടിൽ നിന്നും ആ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ നെഞ്ച് വേഗത്തിലിടിച്ചു. അവൻ പുഞ്ചിരിയോടെ അവളുടെ ചുണ്ടുകളെ നോക്കി. ഐ ഹേറ്റ് യു. നിങ്ങളൊരു വൃത്തികെട്ടവനാണ്. ഇഷ്ടം പിടിച്ചു പറ്റാനായി എന്തു ചെയ്യാൻ മടിക്കാത്ത ഒരു സൈക്കോ മോൺസ്റ്റർ. ബെഞ്ചമിൻ്റെ ആകാംക്ഷയും സന്തോഷവുമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതെയായി. അവൻ വേഗം തന്നെ പുറകോട്ടേക്ക് മാറി. അവൻ്റെ മുഖം ആകെ സങ്കടം കൊണ്ട് വാടിയിരുന്നു. അവൾ തലയുയർത്തി അവനെ മെല്ലെ നോക്കി. അവനൊന്നും മിണ്ടാതെ എന്തോ കാര്യമായി ചിന്തിക്കുന്നു. അടുത്ത് തുറന്നു കിടക്കുന്ന കഥയിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു.
ഒന്നും നോക്കാതെ അവൾ റൂമിന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ പുറകിൽ നിന്നും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ നീ മനസ്സിലാക്കും എൻ്റെ സ്നേഹം. അന്ന് നീ എൻ്റെ അരികിലേക്ക് വരും. എന്നാൽ വിധി നമ്മളെ അപ്പോൾ ഒന്നിക്കാൻ അനുവദിച്ചു എന്ന് വരില്ല. ആ വാക്കുകൾ മനസ്സിലേക്ക് തുളഞ്ഞു കയറിയ പോലെ അവൾക്ക് തോന്നി. ഇതേ വാചകം പണ്ടെപ്പോഴോ കേട്ടുമറന്ന പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പണ്ട് എന്നോട് ആരോ പറഞ്ഞ പോലെ. അവൾ അവൻ്റെ കണ്ണുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, സത്യമാണ്. വർഷങ്ങൾക്ക് മുൻപേ നീ ഇത് കേട്ടിട്ടുണ്ട്. എന്നിൽ നിന്ന് തന്നെ. അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ അവൾ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് താഴേക്ക് ചെന്നു. അവളുടെ പുറകെ ബെഞ്ചമിനും. ഹാ, വന്നോ നീ? വാ, വന്നിരിക്ക്, ആംബർ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. സ്റ്റെല്ല ചെന്നിരുന്നു. സർ, എൻ്റെ അടുത്തായിരുന്നോളൂ, സ്നേഹത്തോടെ ക്രിസ്റ്റീന അവനെ വിളിച്ചു. അവൻ പുഞ്ചിരിയോടെ ചെന്നിരുന്നു. അവർ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമുകളിലേക്ക് പോയി. അന്നത്തെ രാത്രി സ്റ്റെല്ല വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. എപ്പോഴും വൈകി ഉറങ്ങുന്ന അവളുടെ ഈ മാറ്റം കണ്ട് ക്രിസ്റ്റീനയ്ക്കും ജൂലിക്കുമെല്ലാം അത്ഭുതം തോന്നിയിരുന്നു. രാത്രി 12 മണി. ബെഞ്ചമിൻ്റെ മുറിയിൽ വെറോണിക്ക പ്രത്യക്ഷപ്പെട്ടു. എന്താ എന്നെ വിളിച്ചത്? വെറോണിക്ക ചോദിച്ചു. ഇന്ന് എന്താ നടന്നത് എന്ന് നിനക്കറിയോ? പണ്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എവിടെയോ കേട്ട പോലെ അനുഭവപ്പെട്ടു എന്ന് അവള് അത് എന്നോട് പറയുകയും ചെയ്തു. ആഹാ, അത് കൊള്ളാലോ. അവൾക്കപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ വൈബ്രേഷൻസ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ അതിന് കാരണം കഴിഞ്ഞ ജന്മത്തിലെ നിന്റെ അതേ പ്രസൻസ് ഇപ്പോഴും അവൾക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാകും. ശരിയാ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ എല്ലാം മനസ്സിലാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ മറന്നുപോയ ഓർമ്മകളെ കൊണ്ടുവരാനായി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അത്? വെറോണിക്ക ചിന്തയിലേർപ്പെട്ടു. ബെഞ്ചമിൻ അയാളുടെ കൈകൾ അടുത്ത് കണ്ട ബുക്ക് ഷെൽഫിലേക്ക് നീട്ടി. ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് പറന്ന് അവർക്ക് മുൻപിലുള്ള ടേബിളിൽ വീണു. അത് താനെ തുറന്നു. അതിൽ കണ്ട പേരവൾ വായിച്ചു. ദ വാട്ടർ ട്യൂബ് ടെക്നിക്. അതിന് താഴെ ഒരു ബാത്ത് ടബിൻ്റെയും അതിലൊരാൾ കിടക്കുന്നതുമായ പടമുണ്ട്. ഹാ, ഇത് തന്നെ. ഇതുപയോഗിച്ച് അവളുടെ ഓർമ്മകളെ കൊണ്ടുവരാമല്ലോ നമുക്ക്, വെറോണിക്ക സന്തോഷമടക്കാൻ വയ്യാതെ പറഞ്ഞു. അതെ, ഇതൊരു നല്ല വഴിയാ. പക്ഷേ 6 മാസമെങ്കിലും വേണം ഇത് പൂർത്തിയാകാൻ. അതിനിടയിൽ അവൾ വെള്ളത്തിൽ നിന്ന് എണീറ്റാൽ അവളുടെ ഇതുവരെ ഉണ്ടായ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടേക്കാം. ഒരു പക്ഷേ ഇത് അവളുടെ സമനില തന്നെ തെറ്റാൻ ഒരു കാരണമായേക്കാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? വളരെ ശ്രദ്ധിച്ചു വേണം ഇത് അവളിൽ പ്രയോഗിക്കാൻ. ഇപ്പോൾ പറ്റില്ല. അത് അവരുടെ ഷൂട്ടിനെ അത് ബാധിക്കും. എല്ലാം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, ബെഞ്ചമിൻ ഗൗരവത്തിൽ പറഞ്ഞു. എന്തായാലും അവളുടെ ഫ്രണ്ട്സ് എല്ലാം അറിയും. എന്നാൽ എല്ലാം പെട്ടെന്നായിക്കൂടെ? അവളുടെ ഓർമ്മകൾ കിട്ടിയാൽ അവൾ നിന്നെ സ്വീകരിക്കും. പിന്നെ ഒന്നും നോക്കാതെ നിനക്ക് അവളെയും കൊണ്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ അങ്ങ് പറക്കാൻ പാടില്ലേ? അതെ, അവളുടെ ഒപ്പം അവളിൽ ഒരാളായി ജീവിക്കാനാണെങ്കിൽ അങ്ങനെ. അതിന് ഞാൻ തയ്യാറാ. അപ്പോൾ നീ ഇനി വാൾഗണിലേക്ക് വരില്ലേ? അവളുടെ ഒപ്പം ഒരു മനുഷ്യനെ പോലെ ഇവിടെ ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? അതേന്ന് തന്നെ കൂട്ടിക്കോ. അവിടെയുള്ളവർക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി. നിന്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടമാവില്ലേ? ഇത്രയും വർഷം എൻ്റെ എസ്റ്ററിനായി ഞാൻ കാത്തിരുന്നപ്പോൾ എനിക്കുണ്ടായ വേദന അതെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇനി അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഉള്ളിലെ സ്നേഹം അവൾ അറിയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് വെറോണിക്ക അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് പോയി. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അവനൊരു വവ്വാലായി മാറി പുറത്തേക്ക് പറന്നു. സ്റ്റെല്ലയുടെ മുറിയുടെ അടുത്തായി നിന്നിരുന്ന ഒരു മരത്തിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ അവളെ നല്ലോണം കാണാമായിരുന്നു. അവൾ ഉറങ്ങുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ എല്ലാവരും എണീറ്റു. ഇന്ന് സെമിത്തേരിയെ ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ മുഖത്ത് അല്പം പേടിയുണ്ടായിരുന്നു. ഇന്നലെ നടന്ന സംഭവങ്ങൾ അവരെ എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അവർ റെഡിയായി ക്യാമറയും എല്ലാം എടുത്ത് റൂമുകളിൽ നിന്നും ഹാളിലേക്ക് ചെന്നു. താഴേക്ക് ചെന്ന് അവർ കണ്ടത് സോഫയിലിരുന്ന് ബുക്ക് വായിക്കുന്ന ബെഞ്ചമിനെയാണ്. ബ്ലൂ കളർ ജീൻസും റെഡ് ഷർട്ടും ധരിച്ചിരിക്കുന്നു. കൂടാതെ കുറച്ച് മുടിയെടുത്ത് പുറകിൽ പൊക്കി അലസമായി കെട്ടിവെച്ചിരിക്കുന്നു. ആ ലുക്കിൽ അയാൾ ഇതുവരെ കണ്ടതിലും സുന്ദരനായിരുന്നു. ഇറങ്ങി വരുന്നതിനിടെ അയാളെ നോക്കിക്കൊണ്ട് ആംബർ പറഞ്ഞു, വാവ്, സോ നൈസ്. എന്ത് ഭംഗിയാ ഇയാളെ കാണാൻ. ശരിയാ, പണ്ടേ ലോങ് ഹെയർ ഉള്ള ബോയ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പോഴതാ ഇയാൾ മുടി കെട്ടിവെച്ച് എന്നെ അങ്ങ് കൊല്ലുക. എന്നാ ലുക്കാ. ജൂലി പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി. അറിയാതെ അവളുടെ കാൽ സ്ലിപ്പായി.
സ്റ്റെല്ല അവളെ പിടിച്ചു. വീഴാതെ അവൾ നേരെ നിന്നു. എവിടെ നോക്കിയാ നീ നടക്കണേ? അലൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. വെറോണിക്കയും സിസ്റ്റേഴ്സിനെ കാണുന്നില്ലല്ലോ. ആ റൂമിലുണ്ടാകും, പാവം കുട്ടികൾ. പറഞ്ഞുകൊണ്ട് ബ്രൂണോ ചാടിയിറങ്ങി. അവരുടെ വരവ് കണ്ടതും ബെഞ്ചമിൻ ബുക്കടച്ച് സോഫയിലേക്കിട്ടു. അയാളുടെ കൈകൾ പാൻറ്റിൻ്റെ പോക്കറ്റിലാക്കി ചരിഞ്ഞുള്ള നിൽപ്പ് വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. ഒരു മോഡലിനെ പോലെ അയാൾ തിളങ്ങി നിന്നു. ഹേ ഗായ്സ്, എല്ലാവരും റെഡിയായോ? എപ്പോഴാ ഷൂട്ടിന് പോണേ? ബെഞ്ചമിൻ ആകാംക്ഷയോട് ചോദിച്ചു. സർ, പോകാൻ പോകുക, അലൻ ക്യാമറ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ചും ഫ്രൂട്ട് സലാഡും കഴിച്ചിട്ട് പോയാൽ മതി, ബെഞ്ചമിൻ സ്നേഹത്തോടെ പറഞ്ഞു. വാട്ട്? സർ ഞങ്ങൾക്ക് വേണ്ടി അതിരാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്നോ? അത്ഭുതത്തോടെ ക്രിസ്റ്റീന ചോദിച്ചു. യെസ്, ചെറുപുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ബെഞ്ചമിൻ പറഞ്ഞു. അയാളുടെ അലസമായ മുടി മെല്ലെ അനങ്ങി. അത് അയാളെ കൂടുതൽ ക്യൂട്ടാക്കി. സ്റ്റെല്ലയും അവർക്കൊപ്പം ഒരു നിമിഷം അയാളുടെ ഭംഗി നോക്കി നിന്നുപോയി. എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരുന്നു. കിച്ചണിൽ നിന്നും വെറോണിക്കയും സിസ്റ്റേഴ്സും ഓരോ വിഭവങ്ങളും കൊണ്ടുവന്നു. എല്ലാവരും വിളമ്പി കഴിച്ചു. ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ആരും കഴിക്കുന്നതിനിടെ പരസ്പരം മിണ്ടിയിരുന്നില്ല. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഇനി എത്ര ദിവസത്തെ ഷൂട്ട് കൂടിയുണ്ട്? ബെഞ്ചമിൻ ചോദിച്ചു. അത് സാർ, ഇനിയൊരു 10 ദിവസം കൂടി മതിയാകും, സന്ദീപ് തിരക്കിട്ട് കഴിക്കുന്നതിനിടെ പറഞ്ഞു. സാർ, ഇവിടെ വിട്ടു പോകാനേ തോന്നുന്നില്ല. സാറിന് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും, ജൂലി സങ്കടത്തോടെ ബെഞ്ചമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റീനയുടെയും ആംബറിൻ്റെയും റോസ്ലിൻ്റെയും മുഖം സങ്കടം കൊണ്ട് വാടി. ബ്രൂണോയ്ക്കും സന്ദീപിനും അവരുടെ ആ ഭാവമാറ്റം കണ്ട് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ഹോ, ഇറ്റ്സ് ഓക്കെ ഡിയേഴ്സ്. പിന്നെ ഈ സാറെന്ന വിളി ഇനി വേണ്ട. എന്നെ കണ്ടാൽ അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബെഞ്ചമിൻ അല്പം പുഞ്ചിരിയോടെ മുടി പുറകിലോട്ട് ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് മെല്ലെ എണീറ്റ് കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അയാളുടെ പോക്ക് അല്പം വെറുപ്പോടെ സ്റ്റെല്ല നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ക്യാമറയും മറ്റ് സാധനങ്ങളെടുത്ത് പുറത്തേക്കിറങ്ങി. പെൺകുട്ടികളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ബെഞ്ചമിനും സന്ദീപിൻ്റെയും ബ്രൂണോയുടെയും തോബിയാസിൻ്റെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ വെറോണിക്കയും സിസ്റ്റേഴ്സും അവരുടെ കൂടെ ഷൂട്ട് കാണാൻ ചെന്നു. ഷൂട്ട് വളരെ നന്നായി തന്നെ പോയിരുന്നു. ഷൂട്ടിനിടെ തോബിയാസും ഡാസിയും സംസാരിച്ച് വളരെ അടുത്തു. ബ്രൂണോയും ബെർലീനയുടെ പുറകെ നടന്ന് അവളോട് ഓരോന്നൊക്കെ സംസാരിച്ച് അവളെ വീഴ്ത്തിയിരുന്നു. എന്നാൽ നേരെ തിരിച്ച് അവൾ ഇഷ്ടം നടിച്ച് അവൻ്റെ ഒപ്പം കൂടുന്നതാണെന്ന് അവനറിഞ്ഞില്ല. വെറോണിക ഷൂട്ടിൻ്റെ സമയം മൊത്തവും എൻറിക്കിനെ നോക്കിക്കൊണ്ടേയിരുന്നു. അവനത് വളരെ അസ്വസ്ഥമായി തോന്നി. ബെഞ്ചമിൻ വേറെ ഏതോ ലോകത്ത് എന്ന പോലെ ഒരു തൊട്ടാവാടി പൂവ് കയ്യിൽ പിടിച്ച് മാറി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു. സമയം കടന്നുപോയി. ഷൂട്ട് കഴിഞ്ഞു. തിരിച്ചു പോകാനായി എല്ലാവരും ഒത്തുകൂടി. സർ, ഈ സെമിത്തേരിയിൽ ഇപ്പോൾ ആരും വരാറില്ലേ? ആകെ പൊടി പിടിച്ച് നാശമായി കിടക്കുന്നുണ്ടല്ലോ, എബിൻ ചോദിച്ചു. ഈ സെമിത്തേരിക്കും ഇവിടെ കിടക്കുന്നവർക്കുമൊക്കെ വളരെ പഴക്കമുണ്ട്, അതാണ് ഇപ്പോൾ ഇവിടെയൊന്നും ആരും വരാത്തത്, വെറോണിക്ക പറഞ്ഞു. എന്താണല്ലേ, എത്രയൊക്കെ സ്വത്തുക്കൾ സമ്പാദിച്ചാലും എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും അവസാനത ഇങ്ങനെ പാവപ്പെട്ടവനും പണക്കാരനും നല്ലവനും ചീത്തവനും ഒക്കെ ഒരുമിച്ച് പെട്ടിയിൽ കിടക്കേണ്ടി വരും. അവസാനം എല്ലാവർക്കും കിട്ടുന്നത് 6 അടി മണ്ണ് മാത്രമാണ്, റോസ്ലിൻ സങ്കടത്തോടെ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ ശരീരം പെട്ടിക്കുള്ളിൽ, എന്നാൽ മനസ്സോ അതെവിടെ പോകും? ബ്രൂണോ ചോദിച്ചു. സ്വർഗത്തിലേക്ക്, അല്ലാതെ പിന്നെ എങ്ങോട്ടാ? എൻറിക്ക് പറഞ്ഞു. നോ, ബെഞ്ചമിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ? എൻറിക്ക് പുരികം പൊക്കി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. നീ പുനർജന്മമെന്ന് കേട്ടിട്ടുണ്ടോ? ബെഞ്ചമിൻ ചോദിച്ചു. ഉണ്ടെങ്കിൽ അപ്പോൾ മരിച്ചവരൊക്കെ പുനർജനിക്കുമെന്നാണോ നിങ്ങൾ പറയണേ? എൻറിക്ക് ചോദിച്ചു. അതെ എന്ന് തന്നെ കൂട്ടിക്കോ, വിനയത്തോടെ ബെഞ്ചമിൻ പറഞ്ഞു. ആഹാ, നിങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ടോ? തോബിയാസ് ചോദിച്ചു. പ്രൂഫ്? ഹാ, പ്രൂഫല്ലേ എൻ്റെ മുൻപിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ബെഞ്ചമിൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ഓഹോ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പണ്ടെപ്പോഴും മരിച്ച് വീണ്ടും പുനർജനിച്ചതാണ് ഞങ്ങൾ എല്ലാവരുമെന്നോ? സന്ദീപ് മുഖത്തെ കണ്ണട അല്പം നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു. മേ ബി, ബെഞ്ചമിൻ പറഞ്ഞു. ഹോ, കൊള്ളാം. താങ്കളെ കൊണ്ട് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പുനർജന്മമുണ്ടെന്ന് പറയാൻ പറ്റുന്നോ? എബിൻ ചോദിച്ചു. ബെഞ്ചമിൻ ഒരു നിമിഷം താഴേക്ക് നോക്കി. പുനർജന്മത്തെപ്പറ്റി എനിക്കറിയാവുന്ന ഒരു റിയൽ സ്റ്റോറിയുണ്ട്, അല്പം റൊമാൻറ്റിക്കാ. അത് പറഞ്ഞു കഴിഞ്ഞ് അയാൾ സ്റ്റെല്ലയെ നോക്കി. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി മുഖം തിരിച്ച് താഴേക്ക് നോക്കി. ഓഹോ, റിയൽ സ്റ്റോറിയോ? യു മീൻ ശരിക്കും നടന്നത്? ആംബർ ചോദിച്ചു. ആ, ശരിക്കും നടന്നതാ.
ബെഞ്ചമിൻ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖം ചെറുതായി ഒന്ന് വാടി. ഹോ, എനിക്ക് പണ്ടേ തൊട്ട് സ്റ്റോറീസ് കേൾക്കാൻ വളരെ ഇഷ്ടാ. ഒന്ന് പറ സർ, ക്രിസ്റ്റീന ആകാംക്ഷയോട് ചോദിച്ചു. സാറെന്ന് വിളിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. മുഖത്ത് കുഞ്ഞു കുട്ടികളെ പോലെ സങ്കടം വരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. വൗ, സോ ക്യൂട്ട്. ആംബർ അറിയാതെ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബോയ്സ് എല്ലാവരും അവളെ ദേഷ്യത്തോടെ നോക്കി. അവളൊന്ന് ഞെട്ടി ചമ്മലോടെ മുഖം പൊത്തി. ഷോ, എനിക്ക് വയ്യ. ബെഞ്ചമിൻ നാണം കൊണ്ട് മുഖം പൊത്തി പിടിക്കുന്ന പോലെ അഭിനയിച്ചു. നിങ്ങളിവിടെ കഥയും പറഞ്ഞിരുന്നോ? നല്ല മഴ വരുന്നുണ്ട്, ഞങ്ങൾ പോണ്, സന്ദീപ് പറഞ്ഞുകൊണ്ട് നടന്നു. ശരിയാ, നല്ല മഴ വരുന്നുണ്ട്. വീട്ടിൽ കയറിയിട്ട് കഥ കേൾക്കാം അല്ലേ സാർ? ഓ സോറി ബെഞ്ചമിൻ, ക്രിസ്റ്റീന ചോദിച്ചു. ഓക്കെ മാഡം. ഓ സോറി ക്രിസ്റ്റീന, ബെഞ്ചമിൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സ്റ്റെല്ല ഒരു നിമിഷം അല്പം അസൂയയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് തന്നെ എന്തോ ബോധം വന്നതുപോലെ സ്വയം തലയിൽ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അയാളൊരു മോൺസ്റ്ററാണ്. ഇല്ല, അയാളുടെ ചിരിയിലും സംസാരത്തിലും ഒരിക്കലും ഞാൻ വീണു പോവരുത്. അവർ എല്ലാവരും ബംഗ്ലാവിലേക്ക് നടന്നു. ബംഗ്ലാവിൽ എത്തിയതും ക്ഷീണം കൊണ്ട് ഹാളിൽ ഓരോ ഭാഗത്തായിരുന്നു. റോസിൻ പോയി എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്നു. എല്ലാവരും അല്പനേരം വിശ്രമിച്ചു. ഹേയ്, ഇന്നെടുത്ത ഷൂട്ട് കാണാൻ വാ, അലൻ പറഞ്ഞുകൊണ്ട് ക്യാമറ ഓണാക്കി. ഹേയ്, അപ്പോൾ ആരും കഥ കേൾക്കുന്നില്ലേ? പുനർജന്മ കഥ. സർ, അല്ല ബെഞ്ചമിൻ, കഥ പറ. ജൂലി ബെഞ്ചമിൻ്റെ കൈകളിൽ പിടിച്ച് വലിച്ച് ഒരു ഭാഗത്തായി നിന്നിരുന്ന അയാളെ സോഫയിലിരുത്തി. ബാക്കി എല്ലാവരും അയാളുടെ ചുറ്റിനും കൂടിയിരുന്നു. ബോയ്സ് എല്ലാവരും അടുത്ത് കസേരകൾ ഇട്ടിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ കഥ എന്തെന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. സ്റ്റെല്ല മാത്രം ഇരിക്കാൻ കൂട്ടാക്കാതെ ജൂലിക്കടുത്തായി നിന്നു. ഹലോ സ്റ്റെല്ല, കുട്ടിക്ക് ഇരിക്കാൻ വല്ല കുഴപ്പമുണ്ടോ? വന്നിരുന്നൂടെ? ബെഞ്ചമിൻ ചോദിച്ചു. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സ്റ്റെല്ല ആകെ ചമ്മിയതുപോലെ എല്ലാവരെയും നോക്കി. പ്ലീസ്, ആരെങ്കിലും ഈ കുട്ടിക്ക് ഇരിക്കാൻ ഇത്തിരി സ്ഥലം കൊടുക്കൂ, സ്റ്റെല്ലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വാ സ്റ്റെല്ല, എൻ്റെ അടുത്തിരിക്കൂ, സ്നേഹത്തോടെ എൻട്രിക്ക് വിളിച്ചു. സ്റ്റെല്ല ബെഞ്ചമിനെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് എൻട്രിക്കിൻ്റെ അടുത്തായിരുന്നു. അവർ അടുത്തു ചേർന്നിരുന്ന് പരസ്പരം നോക്കി ചിരിച്ചു. ബെഞ്ചമിൻ അത് അല്പം അസൂയയോടെ നോക്കി. സർ, അല്ല ബെഞ്ചമിൻ, കഥ പറ. ആംബർ ബെഞ്ചമിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, ഈ കഥ നടക്കുന്നത് വളരെ പണ്ടാണ്. ഫോണും ഇൻ്റർനെറ്റും ഒന്നുമില്ലാത്ത ഒരു സമയത്ത്. ബെഞ്ചമിൻ മെല്ലെ തൻ്റെ പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയി. ഏതാ സാർ വർഷം? കണ്ണട നേരെയാക്കിക്കൊണ്ട് സന്ദീപ് ചോദിച്ചു. വളരെ പണ്ട, ഒരു 1400 കാലഘട്ടത്തിൽ. ഹോ, സോ ഓൾഡ്, മുഖം ചുളിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആക്ച്വലി അവനെ അങ്ങനെയാണ് ആളുകൾ വിളിച്ചിരുന്നത്. അവന് വേറെയും പ്രത്യേകതകളുണ്ടായിരുന്നു. അത് അവനെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാക്കി. അത് കേട്ടതും സ്റ്റെല്ല ഒന്ന് ഞെട്ടി. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ അറിയാനുള്ള ആകാംക്ഷ കൂടി. അവനും അവൻ്റെ കുടുംബവും വളരെ പ്രത്യേകതകൾ നിറഞ്ഞവരായിരുന്നു. ആ നാട്ടിലെ പേരുകേട്ട പണക്കാരും. കഥാനായകന് 2 ചേച്ചിമാരും ഒരു ചേട്ടനുമുണ്ടായിരുന്നു. അവർക്കെല്ലാം മറ്റുള്ളവരോട് അടുത്ത് മിണ്ടാൻ വിലക്കായിരുന്നു. എന്നാലും അവർ എല്ലാവരോടും മിണ്ടി കൂട്ടുകൂടി. കാടുകളിൽ വേട്ടയ്ക്കൊരുമിച്ച് പോയിരുന്നു. ഒരുമിച്ച് പാട്ടുകൾ പാടി. നെൽവരമ്പുകളിൽ ഇരുന്ന് ഓരോ കഥകൾ പറഞ്ഞ് നടന്നു. ഈ ചെറുപ്പക്കാരൻ്റെ പേരെന്താ? എബിൻ ചോദിച്ചു. അത് പിന്നെ അത് ബെഞ്ചമിൻ ആലോചിക്കുന്ന പോലെ അഭിനയിച്ചു. എന്താ, അയാൾക്ക് പേരില്ലേ? അല്പം ദേഷ്യത്തിൽ സന്ദീപ് ചോദിച്ചു. ആ, തോമസ്, ഓർമ്മ ലഭിച്ചതുപോലെ അയാൾ പറഞ്ഞു. ആ, ബാക്കി പറ, ആകാംക്ഷയോടെ ആംബർ ചോദിച്ചു. ആ, അങ്ങനെയിരിക്കെ ഒരിക്കൽ തോക്കുമെടുത്ത് കൂട്ടുകാരുടെ ഒപ്പം അവൻ കാട്ടിലേക്ക് ചെന്നു. ദൂരെ കണ്ട ഒരു മാനിനെ ഉന്നം വെച്ചു. എന്നാൽ വെടിവെക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഒരു കൂട്ടം പെൺകുട്ടികൾ അവിടേക്ക് എന്തൊക്കെയോ പറഞ്ഞ് നടന്നു വരുന്ന ശബ്ദം അവർ കേട്ടു. കൂട്ടുകാരൻ അവനോട് ഇപ്പോൾ വെടിവെക്കേണ്ട, അവർ പോയിട്ട് മതിയെന്ന് പറഞ്ഞു. എന്നാൽ തോമസ് മാൻ ഓടി രക്ഷപ്പെടുന്നതിന് മുന്നേ വെടിവെച്ചു. എന്നിട്ട്? ആകാംക്ഷയോടെ റോസിൻ ചോദിച്ചു. മാൻ താഴെ വീണു. ഒപ്പം തന്നെ ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരുവളം ഉറക്കെ കരഞ്ഞ് പേടിച്ച് താഴെ വീണു. ഹാ, നമ്മുടെ സ്റ്റെല്ലയെ പോലെ ഏതെങ്കിലും പേടിത്തൊണ്ടിയായിരിക്കും, ക്രിസ്റ്റീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു ക്രിസ്റ്റി, പ്രതീക്ഷിക്കാതെ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടാൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും, അലൻ പറഞ്ഞു. ക്രിസ്റ്റീന അവനെ നോക്കി മുഖം ചുളിച്ചു. ബാക്കി പറ, ആംബർ ചോദിച്ചു. ഹാ, തോമസും കൂട്ടരും ചത്തുവീണ മാനിൻ്റെ അടുത്തേക്ക് ഓടാതെ താഴെ വീണ് പേടിച്ചു കരയുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ഓടി.
അവളുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവൾ പേടിയോടെ തോമസിനെ നോക്കി. ജീവിതത്തിൽ അതിസുന്ദരികളായ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും അവളിൽ അവന് ഒരു പ്രത്യേകത തോന്നി. ആരെയും നോക്കി ചിരിക്കാൻ കൂട്ടാക്കാത്ത ഒരാളായിരുന്നു തോമസ്. എന്നാൽ അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൊള്ളാം, അലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അവൾ അവനെ ചിരിക്കാൻ പഠിപ്പിച്ചു. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു. തനിച്ചിരുന്ന സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചു. കുറച്ച് ദിവസം അവൻ്റെ ഉള്ളിൽ അവൾ തന്നെയായിരുന്നു. അവളെ വീണ്ടും കാണാനായി അവൻ ആ കാട്ടിലെത്തി. പിന്നെ അത് പതിവായി. എന്നും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവൾ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അവൻ അവളുടെ പുറകെ നടക്കാൻ ആരംഭിച്ചു. അവൾ പോകുന്നിടത്ത് എല്ലാം അവൻ പോയി, ചർച്ചിലൊഴിച്ച്. അതെന്താ, അവൻ നിരീശ്വരവാദിയായിരുന്നോ? സന്ദീപ് ചോദിച്ചു. ഹാ അതെ, ബെഞ്ചമിൻ മുഖം പൊത്തിച്ചിരിച്ചു. ബാക്കി പറ, ആംബർ അയാളെ വീണ്ടും പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നിർത്താതെയുള്ള പരിശ്രമത്തിനൊടുവിൽ അവൾ ചെന്ന് മിണ്ടി. എന്തിനാ നിങ്ങൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കണേ? ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റൂ. അത്രയും പറഞ്ഞിട്ട് അവൾ പോയി. അവൻ അവളുടെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു. അവളുടെ ചേട്ടൻ ഒരു പ്രീസ്റ്റാണെന്ന് മനസ്സിലാക്കി. അവരൊക്കെ കർത്താവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അതുകൂടി അറിഞ്ഞപ്പോൾ അവളുടെ പുറകെ നടക്കുന്നത് ശരിയല്ലെന്ന് തോമസിന് തോന്നി. പിന്നീട് അവൻ ആകെ സങ്കടത്തിലായി. ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് നടന്നു ഒരുപാട് നാൾ. ഈ തോമസ് ആളൊരു മണ്ടനായിരുന്നല്ലേ? സന്ദീപ് പറഞ്ഞു. അതെന്താ അങ്ങനെ ചോദിച്ചേ? ബെഞ്ചമിൻ ചോദിച്ചു. അല്ല, ആ കാലഘട്ടത്തിൽ ആകെ ആ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പെണ്ണ് പോയാൽ വേറെ ഒരെണ്ണം അല്ലാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നടക്കുന്നതിൽ എന്താ അർത്ഥം? സന്ദീപ് പറഞ്ഞു. ബെഞ്ചമിൻ ഒരു നിമിഷം താഴേക്ക് നോക്കി. സന്ദീപ്, അതിന് തോമസിന് അവളോട് ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് തോന്നുന്ന പോലെ വെറും അട്രാക്ഷൻ മാത്രമല്ലായിരുന്നു. അവൻ അവളോട് കടുത്ത പ്രേമമായിരുന്നു, ട്രൂ ലവ്. അത് പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സൊന്ന് നൊന്തു. ഓ പിന്നെ, സന്ദീപ് വലിയ മൈൻഡ് കാട്ടാതെ പറഞ്ഞു. എന്നാൽ ഒരു ദിവസം യാദൃശ്ചികമായി അവൻ അവളെ വീണ്ടും കണ്ടു. അവനും വീണ്ടും അവളോടുള്ള സ്നേഹം കൂടി. അവളോട് അവൻ തുറന്ന് സംസാരിച്ചു. സംസാരത്തിനൊടുവിൽ അവൻ മനസ്സിലാക്കി അവൾക്കും തന്നെ ഇഷ്ടമാണെന്ന്. ഇത്രയും നാൾ വീട്ടുകാരെ പേടിച്ച് പറയാതിരുന്നതാണെന്ന് പറഞ്ഞവൾ കരഞ്ഞു. അവൻ ആരാണെന്നും ഏതാണെന്നും എല്ലാം അവൾക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും പ്രണയത്തിൽ അതിർവരമ്പുകളില്ലെന്ന് അവൾ മനസ്സിലാക്കി. പിന്നെ അങ്ങോട്ട് അവർ രണ്ടുപേരും പ്രണയം തുടങ്ങി. ആരും അറിയാതെ അവരുടേതായ ലോകം അവർ സൃഷ്ടിച്ചു. അവരുടെ ആ പ്രണയം കാടുകളും പുഴകളും മലകളുമെല്ലാം അറിഞ്ഞു. അവർ ഒരു കുന്നു സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. ഒരിക്കലും വീട്ടുകാർ തങ്ങളെ ഒന്നിപ്പിക്കില്ല എന്നവർക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും അവനൊപ്പം അവൾ പറന്നുയർന്നു. കാണാത്ത മലകളും ആകാശവും കടന്ന് അവരെങ്ങനെ ചുറ്റുമുള്ളതൊന്നും അറിയാതെ പ്രണയിച്ചു. അവരെല്ലാവരും ആ കഥയിൽ ലയിച്ചു പോയിരുന്നു. എന്നിട്ട് ആംബർ ചോദിച്ചു. അവരുടെ പ്രണയകഥ പാട്ടായി. അവളെ വീട്ടുകാർ വഴക്ക് പറഞ്ഞു, തല്ലി, വീട്ടിൽ കെട്ടിയിട്ടു. എന്നാൽ അവനോടുള്ള അവളുടെ ഇഷ്ടം കുറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അവൻ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും നാടുവിടാൻ തീരുമാനിച്ചു. അവർ രക്ഷപ്പെട്ടോടി. എന്നാൽ അവരെ വീട്ടുകാരും നാട്ടുകാരും സമാധാനത്തോടെ ജീവിക്കാൻ വിട്ടില്ല. എത്ര ഓടിയിട്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവർക്ക്. ആ പ്രദേശത്ത് തന്നെ ഒരു വലിയ മലയിലൂടെ ഓടി അവർ മുകളിലെത്തി. ഒരിക്കലും ഒന്നാകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവൾ പൊട്ടിക്കരഞ്ഞു, കൂടെ അവനും. അവസാനം അവൻ അവളെ അവൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു. അവൾ അങ്ങോട്ടേക്ക് വരാൻ ഭയപ്പെട്ടു. അവളെക്കൊണ്ട് കഴിയില്ല, ഭയമെന്ന് പറഞ്ഞു. അവസാനം അവളുടെ ഏട്ടനും നാട്ടുകാരും ചേർന്ന് അവനെ കെട്ടിയിട്ടു. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ മലയിൽ നിന്നും എടുത്തു ചാടി, സ്വയം ജീവനൊടുക്കി. അവളുടെ ശവശരീരം ആർക്കും കിട്ടിയില്ല. അപ്പോൾ തോമസിന് എന്ത് സംഭവിച്ചു? റോസിൻ ചോദിച്ചു. തോമസിനെ അവൻ്റെ വീട്ടുകാർ വന്ന് രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയി. താഴെ പാറക്കെട്ടിൽ എവിടെയോ കിടന്ന അവളുടെ ശരീരം അവൻ തിരഞ്ഞു കണ്ടെത്തി. അവളെയും കെട്ടിപ്പിടിച്ച് എത്ര നേരം അങ്ങനെ കരഞ്ഞു എന്ന് അവന് അറിയില്ലായിരുന്നു. ആരും അറിയാതെ മലയുടെ ഒരു താഴ്വരയിൽ അവൻ അവൾക്കായി കല്ലറയൊരുക്കി. വീട്ടുകാരുടെ ഒപ്പം അവൻ്റെ നാട്ടിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ അവൻ അവളെ കാണണമെന്ന് തോന്നുമ്പോൾ അവളുടെ കല്ലറയുടെ അടുത്ത് ചെന്നിരുന്ന് കരയും. ആഹാ, നല്ല കഥ. ഇതൊരു സിനിമ ആക്കിയാൽ ഹിറ്റാകും. പക്ഷേ ഇതിലെവിടെയാ പുനർജന്മം? സന്ദീപ് ചോദിച്ചു.
തോമസ് അവൻ്റെ പ്രണയകഥ ഒരു ബുക്കാക്കിയിരുന്നു. സ്വന്തം കഥ ഇടയ്ക്കൊക്കെ അവൻ വായിക്കുമ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. തോമസ് തൻ്റെ പ്രണയിനിയെപ്പോലെ തന്നെ രൂപസാദൃശ്യമുള്ള മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്, അതേ പേടി. അവൾ പുനർജനിച്ചിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. അവളോട് ഇഷ്ടം പറഞ്ഞു. എന്നാൽ അവൾക്കവനെ പേടിയായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൾ അവൻ്റെ വാക്കുകൾ കേട്ടില്ല. ബെഞ്ചമിൻ ഒരു നിമിഷം നിർത്തി, കണ്ണുകൾ അടച്ചു. ബാക്കി പറ. ആംബർ അവനെ പിടിച്ചു കുലുക്കി. ഇനി കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. മെഗാ സീരിയെ പോലെ കഥ പറഞ്ഞു പോയതല്ലേ, ബ്രൂണോ പറഞ്ഞു. എന്നിട്ട് എന്തായി? ക്രിസ്റ്റീന ചോദിച്ചു. എന്നിട്ട് എന്താവാൻ? ഇപ്പോഴും അവൻ ആ പെണ്ണിനെ തൻ്റെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ കേട്ടുകേൾവി. അല്പം പുഞ്ചിരിയോടെ ബെഞ്ചമിൻ പറഞ്ഞു. അയ്യേ മണ്ടൻ, അവസാനം വരെയും ബാച്ചിലറായി ജീവിതം നശിപ്പിച്ചു, എൻട്രിക്ക് പറഞ്ഞു. ഇതെല്ലാം കേട്ട് സ്റ്റെല്ല പേടിച്ച് വിറച്ചിരുന്നു. അയാൾ പറഞ്ഞതൊക്കെ സ്വന്തം കഥയായിരിക്കുമോ? അതിലെ പെൺകുട്ടി അപ്പോൾ ആരാ? താനൊരു പുനർജന്മമാണോ? അവൾ സ്വയം ചിന്തിച്ചു കൂട്ടി. അവളുടെ നെഞ്ച് വേഗത്തിലിടിക്കാൻ തുടങ്ങി. തലയിൽ എന്തൊക്കെയോ വിങ്ങി വേദനിച്ചു. അവൾ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് എണീറ്റു. എന്ത് പറ്റി സ്റ്റെല്ല? എൻട്രിക്ക് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ റൂമിലേക്ക് പോകുക, അവൾ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. എല്ലാവരും അവൾ പോകുന്നത് നോക്കി. ഇവൾ എന്താ ഇങ്ങനെ? ഈയിടെയായി ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ക്രിസ്റ്റീന മുഖം ചൊലിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഞാനൊരു കഥ പറയാം. ആംബർ അല്പം നിവർന്നിരുന്നുകൊണ്ട് ബെഞ്ചമിനോട് സ്നേഹത്തോടെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. നീയോ? എന്ത് കഥ? വേണ്ട, ഞാൻ ആദ്യം പറയാം, സന്ദീപ് പറഞ്ഞു. ആഹാ, ഇപ്പോൾ എല്ലാവർക്കും കഥ പറയാൻ തിടുക്കായോ? തോബിയാസ് ചോദിച്ചു. ഇത് ഞാൻ ഒരു വർഷം കൊണ്ട് എഴുതി തീർത്ത കഥയാണ്. ഫിലിമാക്കിയാൽ ഹിറ്റാവുമെന്ന് ഉറപ്പുള്ള കഥ, സന്ദീപ് പറഞ്ഞു. ആഹാ, എന്നാ ഒന്ന് കേൾക്കണമല്ലോ, ആകാംക്ഷയോടെ ബെഞ്ചമിൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥയോ? സങ്കടത്തോടെ ആംബർ ബെഞ്ചമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ കഥ നീ കയ്യിൽ വെച്ചോ, പിന്നെ പറയാം. ഈ കഥ കേട്ടാൽ നിങ്ങളൊക്കെ പേടിച്ച് വിറയ്ക്കും. ഡ്രാക്കുള എന്ന് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. ഇതുവരെ നിങ്ങൾ കേട്ടുകേൾവി കാണാത്ത ഒരു ഡ്രാക്കുള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സന്ദീപ് മെല്ലെ മുഖത്ത് ഓരോ ഭാവം വരുത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. വെറോണിക്കയും സിസ്റ്റേഴ്സും മെല്ലെ മുഖം പൊത്തി ചിരി തുടങ്ങി. സന്ദീപ് കഥ തുടർന്നു. ഇതേ സമയം സ്റ്റെല്ല അവളുടെ മുറിയിൽ ആകെ അസ്വസ്ഥതയായി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തലയ്ക്ക് കൈകൊടുത്ത് നടക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞ കഥ, അതിലെ പുനർജന്മം, അതാരാ? ഇല്ല, അയാൾ പറഞ്ഞത് വെറും കെട്ടുകഥയാണ്. അവൾ സ്വയം ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തു. പെട്ടെന്നവൾ അയാൾ പറഞ്ഞതോർത്തെടുത്തു. സ്വന്തം പ്രണയകഥ അവൻ ഒരു ബുക്കാക്കി എഴുതിയിരുന്നു. ആ വാക്കുകൾ അവളുടെ കാതിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. അവൾ വേഗം തന്നെ ബെഞ്ചമിൻ്റെ മുറിയിലേക്ക് ഓടി. കഥക് തുറന്ന് അകത്ത് ചെന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ സാത്താനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന പുസ്തകം തിരഞ്ഞു. ഓരോ ബുക്കുകളും മറിച്ചു നോക്കി. അവസാനം ഒരു ഷെൽഫിൽ നിന്നും അതവൾക്ക് കിട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ച് വേഗത്തിലിടിച്ചു. ബുക്ക് തുറന്നു. മുൻപേ ബുക്ക് കൈ കിട്ടിയപ്പോഴും എഴുതിയ കഥാകാരനെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ ആദ്യം തന്നെ ബുക്ക് എഴുതിയ കഥാകാരൻ ആരാണെന്ന് നോക്കി. ബെഞ്ചമിൻ ഫ്രാങ്കിൻ. അവൾ ഒരു നിമിഷം ഞെട്ടി. അവളുടെ കൈകാലുകൾ വിറച്ചു. നിൽക്കാൻ പറ്റാതെ അവൾ ബെഡിലിരുന്നു. വിറയ്ക്കുന്ന കൈയാൽ പേജുകൾ മറച്ചു. കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് വായിച്ചു. കഥാനായകൻ ബെഞ്ചമിൻ. അത് കണ്ടതും അവളുടെ തല വേദനിക്കാൻ തുടങ്ങി. അവൾ ഓരോ പേജും ഓടിച്ചിട്ട് വായിക്കാൻ ശ്രമിച്ചു. അയാൾ നേരത്തെ പറഞ്ഞ അതേ കഥ. നായികയുടെ പേര് എസ്റ്റർ. അവളുടെ കാതുകളിൽ ആരോ എസ്റ്റർ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. ബുക്ക് മൊത്തവും വായിക്കാൻ കൂട്ടാക്കാതെ അവൾ അവസാന പേജുകളിലേക്ക് ചെന്നു. അവസാന വരികൾ വായിച്ചു. ഈ ജന്മത്തിൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയ നിന്നെ ഞാൻ അടുത്ത ജന്മത്തിലെങ്കിലും സ്വന്തമാക്കും. അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. തലയിൽ എന്തൊക്കെയോ ഭാരം വന്ന് നിറഞ്ഞിരിക്കുന്നു. അയാൾ പറഞ്ഞതിലൊക്കെ എന്തോ സത്യമുണ്ട്. അടുത്ത ജന്മം ഇതാണോ? അപ്പോൾ എസ്തർ ആരാ? ഞാനാണോ? അവൾ സ്വയം ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന കണ്ണാടിയിൽ അവൾ സ്വന്തം രൂപം നോക്കി. അല്ല, ഈ കഥയിലെ എസ്തർ ഞാനല്ല, ഞാൻ സ്റ്റെല്ലയാണ്. അയാൾ പറഞ്ഞതൊക്കെയും വെറുതെയാണ്, അവൾ സ്വയം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അയാളുടെ മുറി മൊത്തവും അരിച്ചു പിറക്കാൻ തുടങ്ങി. എല്ലാ വസ്ത്രങ്ങളും വലിച്ച് പുറത്തേക്കിട്ടു. ബുക്കുകളെല്ലാം വലിച്ച് താഴേക്കിട്ടു. വാർഡ്രോബിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അവൾക്ക് ഒരു മൗത്ത് ഓർഗൻ ലഭിച്ചു. അതെടുത്ത് നിരീക്ഷിച്ചു. ദൂരെ എവിടെയോ ആരോ മൗത്ത് ഓർഗൻ വായിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആ ശബ്ദം കൂടി വന്നു. ആ ഗാനം മുൻപ് എവിടെയോ കേട്ടു മറന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മൗത്ത് ഓർഗൻ താഴേക്കെറിഞ്ഞ് അവൾ ചെവി പൊത്തി.
കുറച്ചു നേരം അങ്ങനെ നിന്നു. പെട്ടെന്ന് ആ ശബ്ദം നിന്നു. കൈമെല്ലെ കാതുകളിൽ നിന്ന് മാറ്റി അവൾ ചുറ്റിനു നോക്കി. അടുത്തുള്ള ചുവരിൽ ഒരു വലിയ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. അത് ഒരു പേപ്പർ കൊണ്ട് മൂടിയിരിക്കുന്നു. അവളുടെ മനസ്സ് അത് തുറന്നു നോക്കാൻ പ്രേരിപ്പിച്ചു. അവൾ ചിത്രം പൊതിഞ്ഞിരുന്ന പേപ്പറുകൾ വലിച്ചു കീറി. അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയമെടുപ്പ് ഒരു നിമിഷം നിന്നു പോയതുപോലെ അവൾ അങ്ങനെ നിന്നു. വേഗം തന്നെ പേടിയോടെ മുഖം പൊത്തി കരയാൻ തുടങ്ങി. മെല്ലെ തലയുയർത്തി അവൾ ആ ചിത്രം ഒന്നുകൂടി നോക്കി. പഴയകാല ആളുകളെപ്പോലെ വസ്ത്രം ധരിച്ച് ബെഞ്ചമിൻ ഒരു പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നു. ആ പെൺകുട്ടിക്ക് തൻ്റെ അതേ മുഖഛായ. അവളും പണ്ടത്തെ ഏതോ രാജകുമാരിയെ പോലെ വസ്ത്രം ധരിച്ച് മുടിയെല്ലാം കെട്ടി ബെഞ്ചമിനോട് ചേർന്ന് നിൽക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? അവൾ സ്വയം ചിന്തിച്ചു. അവളുടെ ഉള്ളിലേക്ക് 1000 ചോദ്യം കടന്നു വന്നു. തല പൊട്ടിത്തെറിക്കുന്ന പോലെ അവൾക്ക് തോന്നി. എല്ലാത്തിനുമൊടുവിൽ അവളുടെ കണ്ണുകളെ എന്തോ വന്നു മൂടുന്നത് പോലെ തോന്നി. അവൾ മെല്ലെ ബോധം കെട്ട് താഴേക്ക് വീണു. സമയം കുറച്ചു കടന്നു. ബെഞ്ചമിനും കൂട്ടരും കഥകൾ പറഞ്ഞും ഓരോന്ന് സംസാരിച്ചും സമയം 2 മണിയോളമായി. അതെ, ആർക്കും ഒന്ന് കഴിക്കണ്ടേ? ബ്രൂണോ ദേഷ്യത്ത് ചോദിച്ചു. നിക്ക്, എൻ്റെ കഥയുടെ ക്ലൈമാക്സ് എത്താറായിട്ടേ ഉള്ളൂ, സന്ദീപ് വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ഈശ്വര, ഇതുവരെ എത്തിയില്ലേ? ഇത്രയും നേരം നിന്റെ കഥ സഹിച്ച് കേട്ടത് തന്നെ വലിയ കാര്യമാ. തോബിയാസ് തലയ്ക്ക് കൈകൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പോൾ ബെഞ്ചി സാർ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ മടുപ്പൊന്നും ഇല്ലായിരുന്നല്ലോ? സന്ദീപ് ചോദിച്ചു. എടാ, അത് കഥ നീ പറയുന്ന പോലെ മെഗാ സീരിയൽ പോലെയല്ല. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കേട്ടാൽ പോരെ? അലൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. പറ്റില്ല, എൻ്റെ ഫ്ലോ അങ്ങ് പോകും. സന്ദീപ് മുഖം ചുളിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ക്ലൈമാക്സ് കൂടി പറഞ്ഞു തീർക്കട്ടെ. ബെഞ്ചമിൻ സോഫയിലേക്ക് ഒന്നുകൂടെ ചാരിയിരുന്നു. ആംബറും ക്രിസ്റ്റീനയും അയാളോട് ചേർന്നിരുന്നു. ബ്രൂണോ മെല്ലെ എണീറ്റ് ബെർലിനയുടെ അടുത്ത് ചെന്നിരുന്നു. അവളെ നോക്കിയവൻ പുഞ്ചിരിച്ചു. അവൾ നാണത്തോടെ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. സന്ദീപ് ക്ലൈമാക്സ് പറയാൻ തുടങ്ങി. തലയിലേക്ക് എന്തോ പാഞ്ഞു കയറിയതുപോലെ സ്റ്റെല്ല ഞെട്ടിയുണർന്നു. ശ്വാസം കിട്ടാത്തതുപോലെ അവൾ ചുമ തുടങ്ങി. ചാടി എണീറ്റു. അവളുടെ കണ്ണുകൾ ആകെ മൊത്തം മങ്ങിയിരിക്കുന്നു. അവൾ ശക്തിയിൽ കണ്ണുകൾ തിരുമി. അലങ്കോലമായി കിടക്കുന്ന ആ മുറി അവളുടെ കണ്ണുകൾക്ക് മുൻപിലേക്ക് മെല്ലെ തെളിഞ്ഞു വന്നു. അവൾ മെല്ലെ എണീറ്റു നിന്നു. പേടിയോടെ ചുറ്റിനു നോക്കി. അവൾ വീണ്ടും ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന എസ്റ്ററിൻ്റെ ചിത്രം കണ്ടു. താനെന്താണ് കുറച്ചു മുൻപേ ആ മുറിയിൽ കാട്ടിക്കൂട്ടിയതെന്നവൾ ഓർത്തെടുത്തു. ഈ ലോകം വിചിത്രമാണ്. അയാൾ പറഞ്ഞതൊക്കെയും സത്യമാണ്. അല്ല, ആയിരിക്കാം. മനസ്സിന് ഒരു സ്ഥിരത കൊടുക്കാതെ അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ചെന്നു. മെല്ലെ താഴേക്ക് നോക്കി. സോഫയിലിരുന്നു കൊണ്ട് സന്ദീപ് പറയുന്നതെന്തോ കാര്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയാണ് അവൾ കണ്ടത്. അയാളോട് ഇതുവരെ തോന്നാത്ത ഒരുതരം അലിവ് അവൾക്ക് തോന്നി. അയാളുടെ മുഖം ഇത്രയ്ക്ക് സുന്ദരമായി അവൾക്ക് മുൻപേ തോന്നിയിരുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കെ തലയ്ക്ക് നല്ല ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. മെല്ലെ നടന്നവൾ റൂമിലേക്ക് ചെന്നു. ഒരു 100 ചോദ്യങ്ങളുണ്ട് അവളുടെ ഉള്ളിൽ. ഒപ്പം ജീവിതത്തോട് ഇതുവരെ തോന്നാത്ത ഒരു തരം കൗതുകവും. കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടാതെ അവൾ കണ്ണുകളടച്ച് ബെഡിൽ കിടന്നു. സന്ദീപ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി കഥ പറഞ്ഞു നിർത്തി. എല്ലാവരുടെയും ഉള്ളിൽ ഒരുതരം ആശ്വാസം അനുഭവപ്പെട്ടു. എല്ലാവരും എണീറ്റു. എൻ്റെ കയ്യിൽ ഒരു റൊമാൻറ്റിക് കഥ കൂടിയുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേണേൽ അതും പറയാം, സന്ദീപ് പറഞ്ഞു. ആഹാ, എന്നാ ഒരു പണി ചെയ്യാം. ഷൂട്ടൊക്കെ നിർത്തി നമുക്ക് എല്ലാവർക്കും കഥ പറച്ചിലങ്ങ് തുടങ്ങാം. എല്ലാവരുടെയും ഉള്ളിൽ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം 1 മാസം കഴിഞ്ഞ് ഇവിടെ നിന്നും പോയാൽ മതി, അലൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കങ്ങനെയാണേലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എത്ര മാസം വേണേലും ഇവിടെ അങ്ങ് കൂടിക്കോളൂ, ബെഞ്ചമിൻ സ്നേഹത്തോടെ പറഞ്ഞു. ഹോ ബെഞ്ചു, സോ സ്വീറ്റ്, ജൂലി ബെഞ്ചമിൻ്റെ കവിളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു. മെല്ലെ നാണം നടിച്ചയാൾ മുഖം പൊത്തി. ഓക്കെ ഗായ്സ്, ഇന്ന് ലഞ്ച് ഞങ്ങൾ ഉണ്ടാക്കാം. സാർ കഥയൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടതല്ലേ, റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തോളൂ, ക്രിസ്റ്റീന സ്നേഹത്തോടെ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയി. അവളുടെ പുറകെ റോസ്ലിനും ആംബറും ചെന്നു. ജൂലിയും ബെഞ്ചമിനും മുകളിലേക്ക് പോയി. ജൂലി അവളുടെ റൂമിലേക്കും ബെഞ്ചമിൻ അയാളുടെ റൂമിലേക്കും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കയറിപ്പോയി. ബാക്കിയുള്ളവർ ഹാളിൽ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു. അല്പം ഞെട്ടലോടെയാണ് ബെഞ്ചമിൻ അയാളുടെ മുറിയിലേക്ക് പ്രവേശിച്ചത്. ആകെ മൊത്തം അലങ്കോലമായി കിടക്കുന്നു. തൻ്റെ വസ്ത്രങ്ങളും നിധി പോലെ സൂക്ഷിച്ചിരുന്ന പല ബുക്കുകളും വസ്തുക്കളുമെല്ലാം അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നു. ഒരു മൂലയിൽ കിടക്കുന്ന സാത്താനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന ബുക്ക് അയാൾ എടുത്തു നോക്കി. ആ ബുക്കിലെ പേജുകൾ മടക്കിയിരിക്കുന്നു.
അയാൾ അതിലെ താളുകൾ മെല്ലെ മൂക്കിനോട് ചേർത്ത് പിടിച്ചു. അവളുടെ ഗന്ധം അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, അവൾ ഈ ബുക്കിൽ സ്പർശിച്ചിരിക്കുന്നു. തുറന്ന് വായിച്ചു കാണും. താഴെ കിടന്ന മൗത്ത് ഓർഗൻ അയാൾ എടുത്തു. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നയാൾ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പണ്ട് അവളുടെ കൈകൾ പിടിച്ച് മലയുടെ മുകളിലൂടെ നടന്നു ചെന്ന് പച്ചപ്പുല്ലുകളിലിരുന്ന് വിശ്രമിക്കുമ്പോൾ അവൾക്കായി മൗത്ത് ഓർഗൻ വായിച്ചു കൊടുക്കാറുള്ളത് അയാൾ ഓർത്തു. ശേഷം അയാൾ എല്ലാം അടുക്കി വയ്ക്കാൻ തുടങ്ങി. മതിലിൽ താൻ മറച്ചു വെച്ചിരുന്ന ചിത്രം അവൾ കണ്ടിരിക്കുന്നു. അവൻ ആ ചിത്രത്തിലേക്ക് നോക്കി. അങ്ങനെ നിന്നു. മെല്ലെ കൈ ഉയർത്തി ചിത്രത്തിലെ എസ്തറെ സ്പർശിച്ചു. സങ്കടങ്ങളെല്ലാം ഒതുക്കിപ്പിടിച്ച് അയാൾ ഓരോന്നും എടുത്ത് വെക്കാൻ തുടങ്ങി. ജൂലി മുറിയിലെ ബെഡിൽ ബോധം കെട്ട് ഉറങ്ങുന്ന സ്റ്റെല്ലയെയാണ് കണ്ടത്. എന്തോ അവളെ വിളിച്ചുണർത്താൻ തോന്നിയില്ല അവൾക്ക്. ജൂലി അവളുടെ അടുത്തായിരുന്ന ഫോൺ എടുത്ത് അതിലെന്തോ നോക്കുവാൻ ആരംഭിച്ചു. താഴെ സോഫയിൽ ബ്രൂണോയും ബെർലിനെയും ചുറ്റുപാടുകളെ മറന്ന് അടുത്ത് ചേർന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ പോയാൽ എൻ്റെ കൂടെ നീയും വരുമോ? ബ്രൂണോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അല്പം നാണം നടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിളിച്ചാൽ ഏത് നരകത്തിലാണെങ്കിലും ഞാൻ വരും. ആ വാക്കുകൾ ബ്രൂണോനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അവനെയും. അവർ വല്ലാതെ അടുത്തു. ദൂരെ നിന്ന് ഇത് കണ്ടുവരുന്ന അലൻ അല്പം ഉറക്കെ വിളിച്ചു, ഡാ. ബ്രൂണോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനെ തിരിഞ്ഞു നോക്കി. നീ ഒന്ന് ഇങ്ങ് വന്നേ, അലൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. നിനക്ക് വിളിക്കാൻ വേറെ സമയമൊന്നും കിട്ടിയില്ലേ? ബ്രൂണോ ചോദിച്ചു. വേറെ വഴിയില്ലാതെ അവൻ എണീറ്റു. അലൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ? ബ്രൂണോ ചോദിച്ചു. നീ എന്താ അവിടെ കിടന്ന് കാണിക്കണേ? ഇതൊക്കെ ബെഞ്ചമിൻ കണ്ടാലുള്ള അവസ്ഥ. നമ്മുടെ ഷൂട്ട് മുടങ്ങും. നിന്റെ ശരീരം ആ സെമിത്തേരിയിൽ അടക്കേണ്ടി വരും, അലൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഡാ, കരുനാക്ക് വിളച്ചൊന്നും പറയാതിരിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എല്ലാം റെഡിയാക്കി വരുക. ഇവളെ ഒന്ന് സെറ്റാക്കിയാൽ എൻ്റെ ലൈഫ് പിന്നെ വേറെ ലെവലാ, ബ്രൂണോ ശബ്ദം താഴ്ത്തി പറഞ്ഞു. സൂക്ഷിച്ചും കണ്ടും നിന്നില്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് മുടങ്ങും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ തന്നെ കൊല്ലും, അലൻ പറഞ്ഞു. നീ എന്താ ഇങ്ങനെ സില്ലിയായി സംസാരിക്കണേ? നീയോ ആരെയും ലൈൻ അടിക്കില്ല. ലൈൻ അടിക്കുന്നവരെ ഒട്ടും സമ്മതിക്കുകയില്ല. എന്തുവാടേ? ബ്രൂണോ അലനെ അടിമുടി നോക്കി. ഞാൻ പോണ്. എന്താന്ന് വെച്ച് കാണിക്കേ, അലൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. ബ്രൂണോ അല്പം ദേഷ്യത്തിൽ അവൻ കയറിപ്പോകുന്നത് നോക്കി. ശേഷം മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് ബെർലിനെ നോക്കി. അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. ബ്രൂണോ ഓടിച്ചെന്ന് അവളുടെ അടുത്തായിരുന്നു. മോളു, ബ്രൂണോ സ്നേഹത്തോടെ വിളിച്ചു. നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. നിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് വിളിച്ചോണ്ട് പോകും, ബെർലീന അല്പം സങ്കടത്തോടെ പറഞ്ഞു. അത് മോളു, അവൻ എന്നോട് നാളത്തെ ഷൂട്ടിൻ്റെ കാര്യം ചോദിച്ചതാ, ബ്രൂണോ അല്പം ചമ്മലോടെ പറഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. സംസാരിക്കാനുള്ള മൂഡ് പോയി, ബെർലീന പറഞ്ഞു. മോളുസേ, ബ്രൂണോ സ്നേഹത്തോടെ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്താലോ? അതാവുമ്പോൾ നമുക്കിരുന്ന് ഓരോന്നൊക്കെ സംസാരിക്കാം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ബെർലീന പറഞ്ഞു. അത് വേണോ? മോളുടെ ചേട്ടൻ അറിഞ്ഞ സീനല്ലേ? ബ്രൂണോ അല്പം പേടിയോടെ ചോദിച്ചു. ബ്രൂണോ, നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനായിരുന്നോ? ഒരു പെണ്ണായി എനിക്ക് ഇത്രയും ധൈര്യമുണ്ടല്ലോ. നാണക്കേട്. മുഖം ചുളിച്ചുകൊണ്ട് ബെർലീന പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്? ശരി, ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരാം. നീ റൂമിൻ്റെ പുറത്തുണ്ടാവണം. ഓക്കെ? ഓക്കെ, ബെർലീന അവൻ്റെ കവിളി തട്ടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഫുഡുമായി ക്രിസ്റ്റീനയും കൂട്ടരും പുറത്തേക്ക് വന്നു. താഴെയുള്ളവർ എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. റോസ്ലിൻ മുകളിലുള്ളവരെ ചെന്ന് വിളിച്ചു. എല്ലാവരും താഴേക്ക് ചെന്നു. ടേബിളിൽ കൂടിയിരുന്നു. മുഖമെല്ലാം വാടിയിരിക്കുന്ന സ്റ്റെല്ലയെ നോക്കി എൻട്രിക്ക് ചോദിച്ചു. എന്ത് പറ്റി സ്റ്റെല്ല? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ ഇരിക്കണേ? ആൾ നല്ല ഉറക്കത്തിലായിരുന്നു, ജൂലി സ്റ്റെല്ലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പോൾ നീ ഉറക്കം വന്ന് നിക്കക്കളി ഇല്ലാതെയാണല്ലേ മുകളിലേക്ക് കയറിപ്പോയത്? ഹോ, ഇങ്ങനെ ഒരു ഉറക്കപ്പിശാച്ച്, ആംബർ പറഞ്ഞു. ബാക്കി പെൺകുട്ടികൾ പൊട്ടിച്ചിരിച്ചു. ഗൈസ്, ഇനി എന്താ ഷൂട്ട് ചെയ്യാൻ പോണത്? അവരുടെ ആ ചിരിക്ക് അറുതി വരുത്താൻ എന്നവണ്ണം പെട്ടെന്ന് ബെഞ്ചമിൻ ചോദിച്ചു. അത് ഇനി ബംഗ്ലാവിൻ്റെ സൈഡിലായി ഒരു പൂന്തോട്ടം ഇല്ലേ, അവിടെ വെച്ച് കുറച്ച് ഡയലോഗ് പറയാനുണ്ട്. അടുത്തതിനി അവിടെ പോയി ചെയ്യാം, സന്ദീപ് കണ്ണട നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, എനിക്കെൻ്റെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. അവിടെയുള്ള ബെഞ്ചിലിരുന്ന് പൂക്കളെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പണ്ടത്തെ ഓരോ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും, ബെഞ്ചമിൻ പറഞ്ഞു. ആഹാ, എന്നാൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടേക്ക് പോയാലോ? ക്രിസ്റ്റീന ആകാംക്ഷയോട് ചോദിച്ചു.
എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ശക്തിയിൽ ഒരു ഇടിമിന്നി. മഴയും തുടങ്ങി. ശക്തിയായ ആ മഴ അവർക്ക് വളരെ നല്ലവണ്ണം കേൾക്കാമായിരുന്നു. ക്രിസ്റ്റീനയുടെ മുഖം ആകെ വാടി. വായെടുത്ത് പറഞ്ഞു തുടങ്ങിയില്ല, അപ്പോഴേക്കും ദാ മഴ. അലൻ അല്പം പുഞ്ചിരിയോടെ പറഞ്ഞു. ക്രിസ്റ്റീന അവനെ ദേഷ്യത്ത് കണ്ണുകൾ ഉരുട്ടി നോക്കി. അലൻ അല്പം പേടിയോടെ പ്ലേറ്റിലേക്ക് തലകുനിച്ചിരുന്നു. നല്ല മഴയാണെന്ന് തോന്നുന്നല്ലോ, എന്താ സൗണ്ട്? പേടിയോടെ റോസ്ലിൻ പറഞ്ഞു. പെട്ടെന്ന് ഒരിടിമിന്നി. എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ ബെഞ്ചമിനും വെറോണിക്കയും സിസ്റ്റേഴ്സും അനങ്ങുന്നില്ല. അവർ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇടിമിന്നലൊന്നും പേടിയില്ലേ? ജൂലി ചോദിച്ചു. എന്തിനു പേടിക്കണം? പേടിച്ചു വിറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരൊന്നും അല്ലല്ലോ, ഡാസി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഞെട്ടി അവളെ നോക്കി. അവൾ പെട്ടെന്ന് ബോധമുദിച്ചതുപോലെ തലയ്ക്ക് കൈയെടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി. ശേഷം ബെഞ്ചമിൻ അവളെ നോക്കി യാതൊരു ഭാവമില്ലാതെ ഇരിക്കുന്നു. ഞങ്ങൾ ഇതിലും വലിയ മഴയൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ സിറ്റി ലൈഫിൽ മാത്രം ഒതുങ്ങിക്കൂടിയ മനുഷ്യരല്ല, ഡാസി വേഗത്തിൽ പറഞ്ഞ ശേഷം ബെഞ്ചമിനെ വീണ്ടും നോക്കി. അവൻ മെല്ലെ മുഖം പൊത്തി ചിരിക്കുന്നു. അതെ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം എണീക്കാൻ നോക്ക്. നാളത്തെ ഡയലോഗെല്ലാം ഞാൻ പറഞ്ഞു തരാം. സന്ദീപ് പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് നടന്നു. എല്ലാവരും വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞ് എണീറ്റു. ശേഷം ഹാളിൽ ഒത്തുകൂടി. ബെഞ്ചമിൻ അയാളുടെ റൂമിലേക്കും പോയി. സന്ദീപ് എല്ലാവർക്കും ഡയലോഗുകൾ പറഞ്ഞു കൊടുത്തു. എല്ലാവരും ഡയലോഗുകൾ പറഞ്ഞു നോക്കി. വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രം ഉണ്ടായിരുന്നതിനാൽ അവർ എല്ലാവരും വേഗം തന്നെ പഠിച്ചു കഴിഞ്ഞിരുന്നു. ശേഷം അവർ ഓരോരുത്തരും ഹാളിൽ ഫോൺ നോക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടു. തോബിയാസും ഡാസിയും ഒരറ്റത്തിരുന്ന് സംസാരിച്ച് തിമിർക്കുമ്പോൾ മറയറ്റത്ത് ബ്രൂണോയും ബെർലീനയും സംസാരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. വെറോണിക ഒരു കസേരയിൽ ഒറ്റയ്ക്കിരുന്നു. അവൾ ആകെ സങ്കടത്തിലാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന അവളെ എൻട്രിക്ക് ശ്രദ്ധിച്ചു. തൊട്ടടുത്തിരുന്നു കൊണ്ട് സ്റ്റെല്ല എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട്. എന്നാലും അവൻ്റെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്ന വെറോണികയുടെ അടുത്തായിരുന്നു. എന്തോ അവളോടവന് ഒരലിവ് തോന്നി. വെറോണിക മെല്ലെ എൻട്രിക്കിന് നോക്കി. തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന അവനെയാണ് അവൾ കണ്ടത്. അവളുടെ ഉള്ളിൽ ഒരുതരം സന്തോഷമുണ്ടായി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ പെട്ടെന്ന് തന്നെ തല താഴ്ത്തി. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? സ്റ്റെല്ല അവനെ മെല്ലെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ ഞെട്ടി അടുത്തിരിക്കുന്ന സ്റ്റെല്ലയെ നോക്കി. ശേഷം നേരെയിരിക്കുന്ന വെറോണികയെയും. വെറോണിക കണ്ണുകൾ ചിമ്മുന്നില്ല. ആ കണ്ണുകൾക്ക് ഒരുതരം ശക്തിയുള്ളതുപോലെ അവന് തോന്നി. സ്റ്റെല്ല, എനിക്കെന്തോ തലവേദനിക്കുന്നു, ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. അത് സ്റ്റെല്ലയെ സങ്കടപ്പെടുത്തി. തിരിച്ചൊന്നും പറയുന്നത് കേൾക്കാതെ അവൻ എന്താണ് പോയി കളഞ്ഞത് എന്ന് അവൾ ചിന്തിച്ചു. എൻട്രിക്ക് അവൻ്റെ മുറിയിൽ ചെന്ന് ബെഡിലിരുന്നു. അവൻ്റെ മനസ്സിൽ നിന്നും വെറോണിക്കയുടെ മുഖം മാറുന്നില്ല. എന്ത് പറ്റി? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. എബിൻ ഓടി വന്ന് അവൻ്റെ അടുത്തായിരുന്നു. ആ വെറോണിക്കയെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? എൻട്രിക്ക് ചോദിച്ചു. അതിപ്പോൾ കാണാൻ നല്ല സുന്ദരി, പിന്നെ ആൾ നല്ല റിച്ചും. അവളെ കെട്ടുന്നവർ എന്തായാലും ഒരു ഭാഗ്യവാനാണ്. എനിക്ക് നോക്കണമെന്നൊക്കെ തോന്നിയിരുന്നു, പക്ഷേ കാര്യമില്ല, വീഴില്ല, എബിൻ പറഞ്ഞു. ഞാനും സ്റ്റെല്ലയുമാണോ അതോ ഞാനും വെറോണിക്കയുമാണോ മാച്ച്? മുമ്പിലുള്ള കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് എൻട്രിക്ക് ചോദിച്ചു. അതിപ്പോൾ സത്യം പറഞ്ഞാൽ നിന്റെ ലുക്കിനും ഈ ഹൈറ്റിനും ഒക്കെ സ്റ്റെല്ല പോരാ. വെറോണിക്ക ആണേൽ വേറെ ലെവലായനെ, എബിൻ പറഞ്ഞു. ആണോ? അപ്പോൾ ഞാൻ സ്റ്റെല്ലയെ വിട്ടിട്ട് വെറോണിക്കയെ നോക്കിയാലോ? എൻട്രിക്ക് ചോദിച്ചു. ഡാ, എന്താ നീ പറയണേ? നീയല്ലേ എന്നോട് പറഞ്ഞത് ഇത് ലാസ്റ്റാണെന്ന്. ഇനി നീ ആരെയും നോക്കില്ല, സ്റ്റെല്ലയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന്. എന്നിട്ടിപ്പോൾ അവളെ തേക്കാനാണോ? അതെനിക്കറിയില്ല. എൻ്റെ മനസ്സ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും ഇവളായിരിക്കും ദൈവം എനിക്കായി കണ്ടുവച്ചവൾ എന്ന് ചിന്തിച്ചു പോകുന്നു. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും? എൻട്രിക്ക് ആകെ അസ്വസ്ഥനായിരുന്നു. നീ എന്തായി പറയണേ? നീ തന്നെയല്ലേ സ്റ്റെല്ലയോട് ഇഷ്ടം പറഞ്ഞത്? സ്റ്റെല്ലയുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്, സ്റ്റെല്ല പാവമാണ് എന്നൊക്കെ പറഞ്ഞത്, എബിൻ ചോദിച്ചു. അതൊക്കെ ശരിയാ, പക്ഷേ ആ വെറോണിക എന്നോട് വന്ന് അന്നൊരു ദിവസം കിച്ചണിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത്രയും പണവും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് എന്നോട് ഇങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നീയാണെങ്കിൽ എന്ത് ചെയ്തേനെ? എൻട്രിക്ക് ചോദിച്ചു. എന്ത്? വെറോണിക നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? എടാ, നീ വെറുതെ തള്ളല്ലേ, എബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ തള്ളല്ല, അവൾ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഷൂട്ടിൻ്റെ സമയത്ത് എൻ്റെ ഡയലോഗ് ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നത് നീ ശ്രദ്ധിക്കാറില്ലേ? അതിൻ്റെ കാരണം അവളാ.
അത്രയും സുന്ദരിയായ ഒരു പെണ്ണ് എന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്നാൽ എൻ്റെ ശ്രദ്ധ എങ്ങനെ പോകാതെ ഇരിക്കും? കുറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. അവൾ എൻ്റെ പുറകെ നടക്കുക, എന്നെ വീഴ്ത്താൻ. നീ പറ, ഞാൻ എന്തു ചെയ്യും? ഞാൻ എത്രയൊക്കെ കൺട്രോൾ ചെയ്താലും അവളുടെ നോട്ടത്തിൽ വീണു പോകുക. എൻട്രിക്ക് ആകെ സങ്കടത്തിൽ പറഞ്ഞു. അപ്പോൾ സ്റ്റെല്ലയോ? അവളെ വിടാൻ നീ തീരുമാനിച്ചോ? എബിൻ ചോദിച്ചു. നോ, അതെനിക്ക് പറ്റില്ല. അവൾ പാവമാ. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അവളെ വേണം, എൻട്രിക്ക് സങ്കടത്തിൽ പറഞ്ഞു. അപ്പോൾ വെറോണിക? എനിക്കറിയില്ല. അവൾ എൻ്റെ പുറകെ നടക്കുക. ഞാൻ അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അവൾ സങ്കടപ്പെട്ടിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് അവളോട് അലിവ് തോന്നും. എൻട്രിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച പോലെ നടന്നു. എന്നാ ഒരു കാര്യം ചെയ്, നീ രണ്ടുപേരെയും കെട്ട്, എബിൻ പറഞ്ഞു. ഡാ, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ എൻട്രിക്ക് ദേഷ്യത്തിൽ പറഞ്ഞു. ഹോ, നിന്റെയൊക്കെ ഒരു യോഗം. മനുഷ്യനിവിടെ ഒരാളെ പോലും കിട്ടുന്നില്ല. അപ്പോഴാ നീ ഇവിടെ ഒരെണ്ണത്തിനെ ഒഴിവാക്കാൻ നോക്കണത്. എബിൻ മുഖം ചുളിച്ച് എണീറ്റു. എടാ, ഞാൻ എന്തു ചെയ്യും? സ്റ്റെല്ല, അവൾ പാവ. എനിക്ക് അവളെ മതി. പക്ഷേ അതിന് വെറോണിക്ക സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ എന്നെ വീഴ്ത്താൻ ശ്രമിക്കും തോറും എനിക്ക് എൻ്റെ മനസ്സ് മാറുമെന്ന് പേടിയാവുക, എൻട്രിക്ക് പറഞ്ഞു. നീ ഒരു പണി ചെയ്, വെറോണിക്കയുടെ ചെകിടത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പറ, മേലാലിനി എൻ്റെ പുറകെ നടക്കേണ്ട എന്ന്. ആഹാ, എന്നിട്ട് വേണം അവൾ ആ ബെഞ്ചമിനോട് അടികൊണ്ട കാര്യം ചെന്ന് പറയാൻ. എന്നിട്ട് അയാൾ എന്നെ കൊല്ലാൻ. ഒന്ന് പോയടാ, എൻട്രിക്ക് പറഞ്ഞു. ശരി, നീ തല്ലണ്ട. നിനക്കവളെ മാറ്റി നിർത്തി ഒന്ന് സംസാരിച്ചൂടെ? എല്ലാം പറഞ്ഞ് മനസ്സിലാക്ക്. നിനക്ക് സ്റ്റെല്ലയെ മതിയെന്ന് പറ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൂടി പറയണം, എൻ്റെ കൂട്ടുകാരൻ എബിൻ ആള് സിംഗിളാണ്, അവനെ വേണേൽ നോക്കിക്കോ, നോക്കേണ്ട താമസം ആള് വീണിരിക്കുമെന്ന്. ഹോ, ശരി ശരി, പറയാമേ. ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഒന്ന് ചെന്ന് കാണട്ടെ. എൻട്രിക്ക് വേഗത്തിൽ താഴേക്ക് ചെന്നു. ഗേൾസ് ആരും താഴെയില്ല. എല്ലാവൾമാരും റൂമുകളിലായിരിക്കും. എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് താഴെ വെറോണിക്കയുടെയും സിസ്റ്റേഴ്സിൻ്റെയും മുറിയിലെത്തി. മെല്ലെ കതക് തട്ടി. ബെർലീന കതക് തുറന്നു. ഹായ് എൻട്രിക്ക്, എന്താ? അല്പം സ്നേഹത്തോടെ അവൾ ചോദിച്ചു. എനിക്ക് വെറോണിക്കയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു, എൻട്രിക്ക് പറഞ്ഞു. വെറോണിക കേട്ടപാടെ വേഗം പുറത്തേക്ക് ചെന്നു. എന്താ എൻട്രിക്ക്? അവൾ അവനെ അടിമുടി നോക്കി. നമുക്ക് മാറി നിന്ന് ഒന്ന് സംസാരിച്ചാലോ? എൻട്രിക്ക് അല്പം ശബ്ദം താഴ്ത്തി ചോദിച്ചു. ആഹാ, അപ്പോൾ അവസാനം നിനക്ക് ഈ പാവ എൻ്റെ സ്നേഹം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അല്ലേ? വാ, നമുക്ക് കിച്ചണിൻ്റെ അടുത്തുള്ള ആ ഒഴിഞ്ഞ റൂമിൽ പോയി സംസാരിക്കാം. വെറോണിക അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെയും വലിച്ച് റൂമിലേക്ക് പോയി. റൂമിലെത്തി അവൾ കതകടച്ചു. അവനെ നോക്കി പുഞ്ചിരിച്ചു. അതെ, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാം. നീ എത്ര ശ്രമിച്ചാലും എനിക്ക് നിന്നോട് ഒരു തരി പോലും ഇഷ്ടം തോന്നില്ല. പ്ലീസ്, ഇനി മേലാൽ എന്നെ അങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കരുത്, അവൻ അവളോട് സങ്കടത്തിൽ പറഞ്ഞു. ഓഹോ, അപ്പോൾ നിനക്ക് എന്നെ ഒരു തരി പോലും ഇഷ്ടമല്ല അല്ലേ? വെറോണിക മെല്ലെ നടന്ന് അവൻ്റെ അടുത്തെത്തി. അവൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ കണ്ണിലേക്ക് നോക്കി പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അവളുടെ മുഖം അവനോടടുത്തു. അവൻ അവളുടെ കണ്ണുകളെ നോക്കി. അവൻ പോലും അറിയാതെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു പോയി. ഹലോ, നീ എന്താ നോക്കുന്നേ? അവൾ വിളിച്ചു. അവൻ ഞെട്ടി. അവളുടെ കൈകളെ വിട്ട് പുറകോട്ടേക്ക് മാറി. ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ നോക്കി നിന്നത്? അവൾ ഒരു പുരികം മെല്ലെ ഉയർത്തി. അവളുടെ ഓരോ മുഖഭാവങ്ങളും വളരെ മനോഹരമായിരുന്നു. വെറോണിക, നീ അതിസുന്ദരിയാണ്. നിന്നെ കണ്ടാൽ ആരായാലും വീണുപോകും, അതുറപ്പാ. പക്ഷേ സൗന്ദര്യം മാത്രം നോക്കി പ്രണയിക്കുന്ന ചില ആണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തരുത്. നീ വാക്കുകൊണ്ട് പറയുന്നതും നിന്റെ മനസ്സ് പറയുന്നതും രണ്ടാണല്ലോ. എനിക്ക് നിന്റെ കണ്ണുകളിലൂടെ നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഞാൻ ആ ചെയറിൽ സങ്കടപ്പെട്ട് ഇരിക്കുന്നതിന് മുൻപ് വരെ നിന്റെ മനസ്സിൽ 80% സ്റ്റെല്ലയും 20% ഞാനുമായിരുന്നു. എന്നാൽ അതിനുശേഷം 20% സ്റ്റെല്ലയും ബാക്കി 80% ഞാനുമായി മാറി. വൈകാതെ തന്നെ അവൾ നിന്റെ മനസ്സിൽ നിന്ന് മായും. 100% ഞാൻ മാത്രം. നോ, നെവർ, എൻ്റെക്ക് തലയിൽ പിടിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞു. യെസ്, യു ആർ ഇൻ ലവ് വിത്ത് മീ. നീ ഒന്നും മറച്ചു വയ്ക്കാൻ നോക്കണ്ട. അവളോടുള്ള നിന്റെ സ്നേഹം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിന്റെ മനസ്സിൽ ഞാൻ മാത്രം, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് എടുത്തു. നോ, നെവർ, എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് ആഞ്ഞവളുടെ കവിളി തല്ലി. അവൾ താഴേക്ക് വീണു. അവൻ മുഖം പൊത്തി അങ്ങനെ നിന്നു. മെല്ലെ അവൻ കൈകൾ മാറ്റി അവളെ നോക്കി. താഴെ അവൾ ബോധം കെട്ട് കിടക്കുന്നു. അവനാകെ പേടിച്ച് അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവളെ തട്ടി വിളിച്ചു. വെറോണിക, ഹേ വെറോണിക, ഐ എം സോറി, എഴുന്നേൽക്കൂ. അവൻ സങ്കടത്തോടെ അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു നോക്കി. അവൾ കണ്ണുകൾ തുറക്കുന്നില്ല.
അവൻ്റെ ഉള്ളിൽ പശ്ചാത്താപവും സങ്കടവും പേടിയും ആളിക്കത്തി. അടിക്കണ്ടായിരുന്നോ? താൻ എന്താണ് ഈ ചെയ്തത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഇത് ബെഞ്ചമിൻ അറിഞ്ഞാൽ? താഴെ ബോധം കെട്ട് കിടക്കുന്ന വെറോണികയെ എൻട്രിക്ക് എത്ര തട്ടി വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. പേടി കൊണ്ട് എൻട്രിക്ക് അവൻ്റെ റൂമിലേക്ക് ഓടി. അവിടെ ഇരുന്ന് പബ്ജി കളിച്ചുകൊണ്ടിരുന്ന എബിനെ അവൻ തട്ടി വിളിച്ചു. ഡാ എടാ, ഒന്ന് വേഗം വാ. അവൾ. എന്താ പറ? എബിൻ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ഫോണിലേക്ക് നോക്കിയിരുന്നു. എൻട്രിക്ക് അവൻ്റെ ഫോൺ മേടിച്ച് ബെഡിലേക്കിട്ടു. ഹാ എടാ, നീ എന്ത് പണിയെ കാണിച്ചേ? എബിൻ ദേഷ്യത്തോടെ ചോദിച്ചു. എടാ, അവിടെ അവൾ താഴെ ബോധം കെട്ട് കിടക്കുക. എനിക്കാകെ പേടിയാകുന്നു, എൻട്രിക്ക് പേടിയോടെ പറഞ്ഞു. ഹേ, ആര്? എബിൻ ഞെട്ടലോട് ചോദിച്ചു. എടാ, ആ വെറോണികയെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾ കേട്ടില്ല. അപ്പോൾ ഞാനൊന്നു പതുക്കെ തല്ലി. അവൾ താഴെ ബോധം കെട്ട് വീണു, എൻട്രിക്ക് പേടിയോടെ പറഞ്ഞു. എടാ വൃത്തികെട്ടവനെ, നിന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ കൊല്ലാനല്ലല്ലോ. ദൈവമേ, ഇനി എന്തൊക്കെ നടക്കുമോ ആവോ. ആ ബെഞ്ചമിൻ അറിഞ്ഞാൽ നിൻ്റെയും എൻ്റെയും കാര്യമൊക്കെ പോക്കാം. നീ വാ, നമുക്ക് പോയി നോക്കാം. എബിൻ പറഞ്ഞുകൊണ്ട് താഴേക്കോടി. എൻട്രിക്ക് അവനെ റൂം കാണിച്ചു കൊടുത്തു. അവൾ രണ്ടും ചെന്ന് അവളെ നോക്കി. എന്നാൽ ആ റൂമിൽ അവളെ കാണാനില്ലായിരുന്നു. ഇവൾ ഇതെവിടെ പോയി? എൻട്രിക്ക് ചോദിച്ചു. ചിലപ്പോൾ ബോധം വന്നപ്പോൾ എണീറ്റ് പോയതാകും. നീ വാ, നമുക്ക് ചെന്ന് അവൾ എവിടെയെന്ന് നോക്കാം, എബിൻ പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ട് വെറോണികയുടെയും സിസ്റ്റേഴ്സിൻ്റെയും റൂമിൽ ചെന്നു. നീ വിളിക്ക്, എനിക്ക് പേടിയാ. അവളെ ബെഞ്ചമിനെ വിളിച്ച് പറഞ്ഞ് പ്രശ്നമാക്കിയാലോ, എൻട്രിക്ക് പറഞ്ഞു. എബിൻ മെല്ലെ റൂമിൻ്റെ കതകിൽ തട്ടി. ബെർലീന കതക് തുറന്നു. എന്താ? അത് വെറോണിക മാഡം, എബിൻ അല്പം ചമ്മലോടെ ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം വെറോണിക അടികൊണ്ട കവൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തെത്തി. അവളുടെ മുഖത്തുണ്ടായ സങ്കടം എൻട്രിക്കിനെ വല്ലാതെ വേദനിപ്പിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സോറി ട്ടോ, എൻട്രിക്ക് അല്പം താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. പെങ്ങളെ സോറി, ഇവൻ ഇങ്ങനെയാ, ഭയങ്കര ദേഷ്യ. ഇങ്ങനെയുള്ള ഒരുത്തനെ നോക്കാതിരിക്കുന്ന പെങ്ങളെ നല്ലത്. പിന്നെ ഇത് ചേട്ടനോട് പറയില്ലേട്ടോ, ഞങ്ങളുടെ തല പോകുന്ന കാര്യ, എബിൻ അല്പം താഴ്മയോടെ പറഞ്ഞു. വെറോണിക ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, എന്തിനാ കരയണേ? വേണേൽ എന്നെ തിരിച്ച് തല്ലിക്കോ, എൻട്രിക്ക് പറഞ്ഞു. തല്ലുകൊണ്ട സങ്കടത്തിലല്ല ഞാൻ കരയണത്. എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കാത്തത് കൊണ്ടാ. നിന്റെ ദേഷ്യമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇപ്പോഴും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കുന്നതല്ലാതെ ഒരിറ്റു പോലും കുറയുന്നില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ എൻട്രിക്കിനെ ഒന്നുകൂടെ പിടിച്ചിരുത്തി. അവൻ്റെ ഉള്ളിലെ വെറോണികയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നു. എൻട്രിക്ക് അങ്ങനെ അനങ്ങാതെ കുറച്ചു നേരം നിന്നു. ഡാ വാ, പോകാം. ഹോ, പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല, എബിൻ ആശ്വാസത്തോടെ പറഞ്ഞു. അവർ അവരുടെ റൂമുകളിലേക്ക് ചെന്നു. എബിൻ ഫോണെടുത്ത് വീണ്ടും പബ്ജിയിൽ മുഴുങ്ങി. എടാ, എൻട്രിക്ക് എബിനെ പിടിച്ചു കുലുക്കി. ഷേ, ഇത് വലിയ ശല്യമായല്ലോ, ഇനി എന്താ, എബിൻ ചോദിച്ചു. അവൾ പാവാണല്ലേ, എൻട്രിക്ക് അല്പം പുഞ്ചിരിയോട് പറഞ്ഞു. ആര്? എബിൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേറെ ആര്? വെറോണിക, അവൾ തന്നെ. ശരിയാ, വേറെ ആരെങ്കിലും ആയിരുന്നേൽ ഇപ്പോൾ വലിയ പുകി തന്നെ നടന്നേനെ. എനിക്കെന്തോ അവളോട് ചെറിയ ഒരിത് തോന്നുന്നു. ഞാൻ തല്ലിയിട്ടും അവൾ എന്നെ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇഷ്ടമാണെന്ന് തന്നെയാ അവൾ പറഞ്ഞത്. ശരിയായിരിക്കും അല്ലേടാ, എൻട്രിക്ക് പുഞ്ചിരിയോട് ചോദിച്ചു. ആടാ, പിന്നെ അല്ലാതെ. അവൾക്ക് പണത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ അഹങ്കാരമില്ല. നിന്നെ അവൾക്ക് പെരുത്തിഷ്ടമെന്ന് എനിക്ക് തോന്നണേ, എബിൻ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനെന്താ ഇപ്പോൾ ചെയ്യാ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ആ മിണ്ടാപ്രാണിയായ സ്റ്റെല്ലയെ കളഞ്ഞിട്ട് വെറോണികയെ നോക്കുന്നതാണ് നല്ലത്. ഷീസ് ദ ബെസ്റ്റ്, എബിൻ പറഞ്ഞു. പക്ഷേ സ്റ്റെല്ല അവളൊരു പാവമാടാ. ഞാൻ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കൊടുത്തുപോയി, എൻട്രിക്ക് പറഞ്ഞു. ഓ പിന്നെ, ആ സാധനത്തിനെയൊക്കെ നീ വിട്ടാൽ വേറെ ആരെങ്കിലും എടുത്തോളും. പുതിയ BMW കിട്ടിയ നീ എന്തിനാടാ ആ മാരുതി കൊണ്ട് നടക്കണേ? അങ്ങ് ഒഴിവാക്കിക്കള. എബിൻ്റെ ആ വാക്കുകൾ എൻട്രിക്കിൻ്റെ കാതുകൾ കേട്ടുകൊണ്ടേയിരുന്നു. അവൻ മനസ്സിലെന്തൊക്കെയോ ഉറപ്പിച്ചിരുന്നു. സമയം കടന്നു. എല്ലാവരും അവരുടേതായ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആരും റൂമുകളിൽ നിന്നും ഇറങ്ങിയില്ല. ശേഷം ഗേൾസ് എല്ലാവരും ചെന്ന് ഡിന്നർ ഉണ്ടാക്കി. കഴിക്കുവാനായി എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടി. സ്റ്റെല്ല ഇടയ്ക്കൊക്കെ കഴിക്കുന്നതിനിടെ എൻട്രിക്കിനെ നോക്കുന്നത് പതിവായിരുന്നു. എന്നാൽ അന്നവൾ അവനെ നോക്കുമ്പോഴേക്കും അവൻ്റെ ശ്രദ്ധ വേറെ എവിടെയോ ആയിരുന്നു. തന്നെ അവൻ തിരിച്ചു നോക്കാത്തത് കൊണ്ട് അവൾക്ക് അല്പം സങ്കടമുണ്ടായി. എന്നാൽ അവളെ ബെഞ്ചമിൻ ഇടയ്ക്കൊക്കെ നോക്കിയിരുന്നു. അവളുടെ ഉള്ളിലെ സങ്കടം അയാൾക്ക് മനസ്സിലായിരുന്നു. ഡിന്നർ കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി.
സ്റ്റെല്ല സങ്കടത്തോടെ അവളുടെ ബെഡിലിരുന്നു. പണ്ടവർ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന മെസ്സേജസ് വായിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ എൻട്രിക്കിന് തന്നോട് പഴയ സ്നേഹമില്ല, എന്തോ അവന് സംഭവിച്ചിട്ടുണ്ട്. അവൾ മനസ്സ് ചിന്തിച്ചു. വളരെ സങ്കടത്തിലാണ് അവൾ ഉറങ്ങിയത്. സമയം രാത്രി 12 മണിയായി. ബ്രൂണോ റൂമിലുള്ള എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം റൂമിന് പുറത്തേക്ക് ചെന്നു. മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്കെത്തി. താഴെ ബെർലീന റൂമിന് വാതുക്കെ കാത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. മോളൂസ്, അവൻ സ്നേഹത്തോടെ വിളിച്ചു. വന്നോ? ഞാൻ ഓർത്തു പേടികൊണ്ട് വരില്ല എന്ന് ബെർലീന പറഞ്ഞു. അയ്യേ, ഞാനതിന് പേടിത്തൊണ്ടെന്നൊന്നുമല്ല. ഈ നിമിഷം വേണേ നിന്റെ കൈയും പിടിച്ച് ഈ നാട് വിടാൻ ഞാൻ തയ്യാറാ, അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോൾ ഷൂട്ട് മുടങ്ങിയില്ലേ? ഹാ, ഷൂട്ട്, ബ്രൂണോ പറഞ്ഞു. നമുക്ക് പുറത്തു പോയി സംസാരിച്ചാലോ? ബ്രൂണോൻ്റെ അടുത്ത് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. പുറത്തോ? ഈ രാത്രിയോ? അതെന്തിനാ? നമുക്കിവിടെ ഒഴിഞ്ഞുകിടക്കുന്ന വല്ല മുറിയിൽ കയറി ഇരുന്ന് സംസാരിച്ചാൽ പോരെ? അല്പം പേടിയോടെ ബ്രൂണോ ചോദിച്ചു. പറ്റില്ല, പുറത്ത് തന്നെ പോണം. എനിക്ക് നിലാവ് കാണണം, വാ. ബെർലീന ബ്രൂണോയുടെ കയ്യിൽ പിടിച്ച് അവനെ ബംഗ്ലാവിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവർ നടന്ന് സെമിത്തേരിക്കടുത്തെത്തി. നമ്മൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? വേറെ എവിടെയെങ്കിലും പോയാൽ പോരെ? പേടിച്ചു വിറച്ചുകൊണ്ട് ബ്രൂണോ ചോദിച്ചു. ഹോ, ഇങ്ങനെ പേടിച്ചാലോ? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ ഈ പെട്ടിയിൽ കിടക്കുന്നതൊക്കെ ചത്തുപോയവരല്ലേ? പിന്നെന്തിനാ പേടിക്കണേ? ബെർലീന ചോദിച്ചു. ശരിയാ, നമ്മൾ രണ്ടുപേര് മാത്രം. അടിപൊളിയല്ലേ? ബ്രൂണോ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവർ പരസ്പരം നോക്കി അങ്ങനെ നിന്നു. ആ നിലാവെളിച്ചത്തിൽ അവർക്ക് പരസ്പരം നല്ലവണ്ണം കാണാമായിരുന്നു. പെട്ടെന്ന് താഴെ ഒരു ശബ്ദം കേട്ടു. അവർ താഴേക്ക് നോക്കി. ഒരു കരിമ്പൂച്ച. ആ പൂച്ചയുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നതുപോലെ അവർക്ക് തോന്നി. ദേ നോക്കുമോളൂ, ഒരു കരിമ്പൂച്ച. എന്ത് ക്യൂട്ടാണല്ലേ? ബ്രൂണോ ആ പൂച്ചയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബെർലീന ആ പൂച്ചയെ വളരെ ആർത്തിയോടെ നോക്കി. അവൾ നാക്കുകൊണ്ട് മേച്ചുകൊണ്ട് ഉരസി. ബ്രൂണോ അത് കണ്ടു. അവൻ അവളിൽ എന്തോ പ്രത്യേകത അനുഭവപ്പെട്ടു. അവൾ ഒന്നുകൂടെ വെളുത്ത് വിളറിയ പോലെ അവന് തോന്നി. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. ബെർലീന, അവൻ അല്പം പേടിയോടെ അവളെ വിളിച്ചു. കരിമ്പൂച്ച, എനിക്ക് വളരെ ഇഷ്ടാ. എന്ത് സ്വാദ എന്നറിയോ? ബെർലീന ബ്രൂണോൻ്റെ അടുത്തേക്ക് ചെന്നു. മെല്ലെ അവൻ്റെ കഴുത്തിനടുത്തേക്ക് തല വെച്ച് കൊണ്ടുവന്നു. ആഹാ, മനുഷ്യരക്തത്തിൻ്റെ ഗന്ധം. അവൾ വീണ്ടും അവൻ്റെ കണ്ണുകളെ നോക്കി. നീ എന്തൊക്കെയാ പറയണേ? ബ്രൂണോ പേടി കൊണ്ട് വിറച്ചു. അവൾ അവൻ്റെ കണ്ണുകളെ നോക്കി. അവൻ അവളുടെയും. അവൾ മെല്ലെ പല്ലുകൾ കാട്ടി ചിരിച്ചു. അവനെക്കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീണ്ട 2 പല്ലുകൾ കാണിച്ച് ഒരു യക്ഷിയെപ്പോലെ അവൾ ചിരിക്കുന്നു. ഇതിനു മുൻപ് സിനിമയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ദേ ബെർലീന, വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് പല്ല് വെച്ച് എന്നെ പേടിപ്പിക്കാതെ. പേടിച്ചാൽ എനിക്ക് പനി വരും, ബ്രൂണോ പേടിയോടെ പറഞ്ഞു. ബെർലീന താഴെ നിൽക്കുന്ന പൂച്ചയെ ആർത്തിയോടെ കയ്യിലെടുത്തു. അതിൻ്റെ തലതിരിച്ച് ജീവനെടുത്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത് കണ്ട ബ്രൂണോ ഉറക്കെ വിളിച്ചു കൂവി. അവനാകെ നടുങ്ങിപ്പോയി. അവൾ പൂച്ചയുടെ കഴുത്തിൽ ആഞ്ഞു കടിച്ചു. ചോര കുടിച്ചു. അല്പം ചോര താഴേക്ക് വീഴുന്നുണ്ട്. ബ്രൂണോ പുറകിലേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ പുറകിലായി കല്ലറ ഉണ്ടായിരുന്ന കാര്യം അവൻ ഓർത്തില്ല. അതിൽ തട്ടി താഴെ വീണു. പൂച്ചയുടെ ചോര വളരെ ആർത്തിയോടെ കുടിക്കുന്ന ബെർലീനയെ അവൻ പേടിയോടെ കണ്ണുകൾ മിഴിച്ചു നോക്കി. അവൻ്റെ കൈകാലുകൾ വിറച്ചു. അല്പനേരത്തിനു ശേഷം അവൾ ആ പൂച്ചയെ വലിച്ചെറിഞ്ഞു. ചുണ്ടിൽ നിന്നും താഴേക്ക് ഒഴുകി വന്ന രക്തം കൈകൊണ്ട് തുടച്ചു മാറ്റി. നീ ആരാ? ബ്രൂണോ പേടിയോടെ ചോദിച്ചു. ഞാനോ? ഇങ്ങനെ ചോര ഊറ്റിക്കുടിക്കുന്നവർക്ക് നിങ്ങളൊരു പേരിട്ടിട്ടുണ്ടല്ലോ, അതെന്താ? ആ, യക്ഷി, ബെർലീന പറഞ്ഞു. അത് കേട്ടതും ബ്രൂണോ പൊട്ടിക്കരയാൻ തുടങ്ങി. നിർത്തടാ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ കരച്ച് പിടിച്ചു നിർത്തി. അവൾ താഴെ കിടക്കുന്ന അവൻ്റെ അടുത്തേക്കെടുത്തു. അവൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി അടുത്തു. എന്നെ ഒന്നും ചെയ്യരുത്, അവൻ കരഞ്ഞു പറഞ്ഞു. അവൾ കൂർത്ത പല്ലുകൾ കാട്ടി ചിരിച്ചു. മെല്ലെ അവൻ്റെ കഴുത്തിൽ കടിച്ചു. വേദന കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. ശരീരത്തിൽ നിന്നും ഓരോ തുള്ളി രക്തവും അവൾ ആർത്തിയോടെ കുടിക്കുമ്പോഴും വേദന കൊണ്ട് അവൻ അലറി. പിറ്റേന്ന് രാവിലെ സമയം 4 മണി. സൂര്യൻ ഉദിച്ചിട്ടില്ല. കഴുത്തിലെന്തോ കുത്തിയിറക്കുന്ന വേദനയോടെ ബ്രൂണോ കണ്ണുകൾ തുറന്നു. അവന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. ശരീരം മൊത്തം വരണ്ടിരിക്കുന്നു. തൊണ്ട വരണ്ട് പൊട്ടാറയ പോലെ. കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ പൊട്ടിയിരിക്കുന്നു. അവൻ മെല്ലെ എണീറ്റു. വെള്ളം, അവൻ വിളിച്ചു പറഞ്ഞു. 1 ഗ്ലാസ് വെള്ളവുമായി ബെർലീന അവനരികിലേക്ക് വന്നു. അവൻ വെള്ളം മേടിച്ചു കുടിച്ചു.
ഡാസി മെല്ലെ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാനിതെവിടെയാ? അവൻ ചോദിച്ചു. നീ ഇപ്പോൾ ഞങ്ങളുടെ റൂമിലാ, ഡാസി പറഞ്ഞു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ബെർലീന ചോദിച്ചു. അത് ഇന്നലെ എനിക്ക് തല നല്ല വേദന എടുക്കുന്നു, ഒന്നും ഓർമ്മ വരുന്നില്ല. അത് കേട്ട ഉടനെ ബെർലീന ഡാസിയെ നോക്കി മെല്ലെ ചിരിച്ചു. നിങ്ങൾ എന്തിനാ രാത്രി എങ്ങോട്ടേക്ക് പോയത്? അടുത്ത കസേരയിലിരിക്കുന്ന വെറോണിക്ക ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാമല്ലോ. ഇന്നലെ തനിച്ചിരുന്ന് സംസാരിക്കാൻ അങ്ങോട്ടേക്ക് പോയതാ. അവിടെ വെച്ച് ഒരു കരിമ്പൂച്ച ഇവൻ്റെ മേലേക്ക് ചാടി. ഇവൻ താഴേക്ക് മറിഞ്ഞു വീണു. ഒരു നീണ്ട മരക്കമ്പ് അവൻ്റെ കഴുത്തിലങ്ങ് കുത്തിക്കേറി. അതോടെ ബോധവും പോയി. എങ്ങനെയോ ഞാൻ ഇവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ബെർലീന പറഞ്ഞു. ഭാഗ്യം, ഞാനൊരു നഴ്സായത് ഇല്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേനെ, ഡാസി പറഞ്ഞു. ബ്രൂണോ അവിടെ നടന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. കുറച്ചു നേരം കൂടി കിടന്നോളൂ, എന്നിട്ട് റൂമിലേക്ക് പോയാൽ മതി. പിന്നെ നമ്മൾ പോയത് ആരോടും പറയണ്ട. ബെർലീന അവനെ സ്നേഹത്തോടെ നോക്കി. അവൻ അവളെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു. തൻ്റെ ശരീരത്തിൽ നിന്നും നല്ല തോതിൽ രക്തം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അല്പനേരത്തിനു ശേഷം ബ്രൂണോ മെല്ലെ എണീറ്റ് അവൻ്റെ റൂമിലേക്ക് ചെന്നു. അവനെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് അവൻ റൂമിലേക്ക് ചെന്ന് കിടന്നത്. ബെഡിൽ കിടന്നവൻ സെമിത്തേരിയിൽ നടന്നതൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. ശരീരക്ഷീണം കാരണം അവൻ മയങ്ങിപ്പോയി. ഇതേസമയം ബെർലീന അവളുടെ മുറിയിൽ വളരെ സന്തോഷവതിയായിരുന്നു. എന്നാലും നിന്നെ സമ്മതിക്കണം, അവനെ കൊണ്ടുപോയി ചോര കുടിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്നാണാവോ ഇതേപോലെ ഇനി മനുഷ്യരക്തം കുടിക്കാൻ പോണത്, ഡാസി പറഞ്ഞു. ഇതൊന്നും ശരിയല്ല ബെർലീന, അവൻ മരിച്ചു പോയിരുന്നെങ്കിലോ? ബെഞ്ചമിനോട് നമ്മൾ എന്ത് സമാധാനം പറഞ്ഞേനെ? വെറോണിക ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ അതിനവൻ അറിഞ്ഞാലല്ലേ. അത്രയ്ക്കൊന്നും ഞാൻ കുടിച്ചില്ല, പറയാതെ ഇരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റാണ് മനുഷ്യരക്തം, ബെർലീന പറഞ്ഞു. ഇനി വേണ്ട, അവൻ സ്റ്റെല്ലയുടെ കൂടെ വന്ന ആളാ. അവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഷൂട്ട് മുടങ്ങും. പിന്നെ ബെഞ്ചമിൻ നമ്മുടെ നേരെ തിരിയും, വെറോണിക പറഞ്ഞു. ബെർലീന അത് കേൾക്കാത്ത പോലെയിരുന്നു. സൂര്യൻ ഉദിച്ചു. എല്ലാവരും എണീറ്റു. നല്ല ക്ഷീണമുള്ളതിനാൽ ബ്രൂണോ കണ്ണുകൾ തുറക്കാൻ കൂട്ടാക്കാതെ നിന്നു. ബ്രൂണോ, നീ എഴുന്നേൽക്കുന്നില്ലേ? അലൻ അവനെ തട്ടി വിളിച്ചു. ബ്രൂണോ മെല്ലെ കണ്ണുകൾ തുറന്നു. വാ, താഴേക്ക് പോകാം, അലൻ ക്യാമറ എടുത്തു പറഞ്ഞു. നീ പൊക്കോ, ഞാൻ വന്നോളാം, എനിക്ക് തീരെ സുഖമില്ല. ബ്രൂണോ മെല്ലെ എണീറ്റു. അവനാകെ തളർന്നു പോയിരുന്നു. എന്ത് പറ്റി? കണ്ണൊക്കെ ആകെ വാടിയിരിക്കുന്നുവല്ലോ. അലൻ അവൻ്റെ അടുത്തായിരുന്നു. നീ ഇത് കണ്ടോ? ബ്രൂണോ കഴുത്തിലെ ബാൻഡേഡ് കാണിച്ചു. അയ്യോ, എന്ത് പറ്റിയടാ നിനക്ക്? അല്പം സങ്കടത്തോടെ അലൻ ചോദിച്ചു. അത് പിന്നെ ബെർലീനയുടെ കൂടെ ഇന്നലെ ഞാൻ സെമിത്തേരി വരെ പോയിരുന്നു, ചുമ്മാ സംസാരിക്കാൻ. അപ്പോൾ ഒന്ന് വീണതാ, അല്പം പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. നീ രാത്രി പോയെന്നോ? നീ അടിമേടിക്കാനുള്ള പ്ലാനാണോ? അലൻ ചോദിച്ചു. അവൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാടാ. എങ്ങനെയാ ഞങ്ങൾ എല്ലാവരുടെയും ഇടയിലിരുന്ന് സംസാരിക്കണേ? നീയൊക്കെ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ലേ? അതാണോ? ഓക്കെ, ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താ എന്ന് വെച്ചാൽ അയക്കോ, അലൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചെന്നു. ബ്രൂണോ മെല്ലെ എണീറ്റു. ശരീരഭാരം അവനെ വല്ലാതെ ഭയപ്പെടുത്തി. തനിക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, അവൻ മനസ്സിലോർത്തു. താഴെ എല്ലാവരും തനിക്കായി കാത്തിരിക്കുന്നുണ്ടാകും. അവൻ വേഗം തന്നെ റെഡിയായി താഴേക്ക് ചെന്നു.